ജനങ്ങളെ മനസ്സിലാക്കാത്ത, വിഷൻ ഇല്ലാത്ത, ഇവരുടെ കാര്യം മാത്രം നോക്കുന്ന ആൾക്കാരാണ് ഈ നാട് ഭരിച്ചത്. ഇതിങ്ങനെ പോയാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ ഇത് വലിയ ഒരു ആഭ്യന്തര കലഹത്തിലേക്കൊക്കെ പോയി ഈ നാട് നശിക്കാനുള്ള സാധ്യത നമ്മൾ കാണും. അതുകൊണ്ടാണ് കേജ്രിവാൾ പറഞ്ഞത് അഴിമതിയേക്കാളും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഒരു ഭരണാധികാരി കാണിക്കുന്ന തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ കഴിയാത്തൊരു സമൂഹം ഉണ്ടാവുക എന്നുള്ളതാണ്. ഒരു വിഭാഗത്തിന് മാത്രം എല്ലാ സപ്പോർട്ടും. അപ്പം നേരെ BJP അവിടേക്ക് വരികയാണ്, ഞങ്ങളാണ് നിങ്ങളെ സംരക്ഷിക്കാനുള്ളത്. ഇവിടെ ഇങ്ങനെ പോകുന്നു. ഇപ്പോൾ കാലാകാലങ്ങളായി ഭരിച്ച ഇടത് വലത് ഈ ന്യൂനപക്ഷ തീവ്രത ഉണ്ട് എന്ന് പറയാൻ മടിച്ചതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇവിടെ വലിയ വർഗീയത ഉണ്ടാകുന്നത്. ആ കലക്കാളത്തിൽ മീൻ പിടിക്കാനാണ് BJP ശ്രമിക്കുന്നത്. ഈ കലാസൃഷ്ടി ഉണ്ടാക്കുന്നവന് ഒരു ബോധം വേണം. ഞാനിങ്ങനൊരു സാധനം പുറത്തോട്ടാക്കി വിട്ടാൽ ഇത് വിവാദമാവും, എൻ്റെ പ്രൊഡക്റ്റ് ഭയങ്കരമായിട്ട് സെല്ലാവും. പക്ഷേ ഇത് ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നതാണെന്ന് തിരിച്ചറിയാനുള്ള ബോധം ഇത് സൃഷ്ടിക്കുന്നവന് വേണം. നിങ്ങൾ പൊളിറ്റിക്സിലേക്ക് വരണം. പൊളിറ്റിക്സ് വെറുക്കപ്പെട്ടതാകരുത്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്പേസിലേക്ക് കടന്നു വരുന്നത് ഈ അടിമത്തം പേറുന്നവരായിരിക്കും. നമസ്കാരം. ഇന്നത്തെ നമ്മുടെ അതിഥി ആം ആദ്മി പാർട്ടിയുടെ കേരളത്തിലെ പുതിയ സാരഥി, പാർട്ടിയുടെ പുതിയ സ്റ്റേറ്റ് പ്രസിഡന്റ് ശ്രീ അഡ്വക്കേറ്റ് വിനോദ് മാത്യു വിൽസൺ ആണ്. ശ്രീ വിനോദ് മാത്യു, പ്രത്യേകം സ്വാഗതം. ആദ്യമേ തന്നെ അഭിനന്ദനങ്ങൾ. പ്രത്യേകിച്ച് ആം ആദ്മി പോലെയുള്ള ഒരു ദേശീയ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് പദവി ഏറ്റെടുത്തതിൽ അങ്ങേക്ക് അഭിനന്ദനങ്ങൾ. പ്രത്യേകിച്ച് ഈ ഒരു പുതിയൊരു ദൗത്യം അങ്ങയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം വെല്ലുവിളികൾ നിറഞ്ഞതാണ്. ഒരു വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു പാർട്ടിയുടെ ലീഡർഷിപ്പിലേക്കല്ല അങ്ങ് കടന്നു വരുന്നത്. ശരിക്കും ഒരു ന്യൂ ബോൺ ബേബിയാണ് അങ്ങയുടെ കൈകളിലേക്ക് എത്തിച്ചേരുന്നത്. എന്തൊക്കെയാണ് പ്രതീക്ഷകൾ? ഒപ്പം തന്നെ ആം ആദ്മി പാർട്ടിയുടെ കേരളത്തിലെ ഒരു പുതിയൊരു വേർഷൻ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുമോ? പ്രതീക്ഷകളെക്കാൾ ഉപരി വെല്ലുവിളികളാണ്. പ്രതീക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഒരു വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയ ഓർഗനൈസേഷനാണ് പ്രതീക്ഷിക്കാൻ കഴിയുള്ളൂ. ഇത് കഴിഞ്ഞ 10 വർഷക്കാലമായി പാർട്ടി കേരളത്തിലുണ്ട്. പാർട്ടിയുടെ ഭാരവാഹികളായിട്ടുള്ളവരുണ്ട്. അവരെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ 2-3 വർഷം ശ്രീ PC സിരേഖ് സാറായിരുന്നു ഇതിൻ്റെ പ്രസിഡൻറ്റ്, കൺവീനർ. വളരെ വെന്റിലേറ്റർ ആയിരുന്ന പാർട്ടി അദ്ദേഹം മനോഹരമായിട്ട് പറ്റുന്ന സ്ഥലത്തേക്ക് അദ്ദേഹം ഓടി നടന്ന് അതിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും പാർട്ടിക്ക് അനുഭാവികളുണ്ട്. പാർട്ടിക്ക് വാർഡ് തലത്തിലും മണ്ഡലം തലത്തിലും അല്ലെങ്കിൽ നിയോജക മണ്ഡലം തലത്തിലും ജില്ലാ തലത്തിലുമൊക്കെ അനുഭാവികളായിട്ടുള്ളവരും വോളണ്ടിയേഴ്സും ഒക്കെ ഉണ്ട്, രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 50,000 വോളണ്ടിയേഴ്സ് തന്നെ ഇതിൽ രജിസ്റ്റേർഡ് വോളണ്ടിയേഴ്സ് ഉണ്ട്. പക്ഷെ നമ്മളൊരു പാർട്ടി പ്രവർത്തനത്തിന് വിളിച്ചാൽ വരുന്നവരില്ല. ഈ വോളണ്ടിയേഴ്സായിട്ടുള്ളവരെന്ന് പറഞ്ഞാൽ ഈ പാർട്ടിയുടെ സ്നേഹമുള്ളവരാണ്. പക്ഷെ അവർക്ക് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് ഒരു മടിയുണ്ട്. ആ മടി എന്ന് പറയുന്നത് ഇവിടെ നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളെ ഭയക്കുന്നവരുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ഒരു ആം ആദ്മി പ്രവർത്തകൻ, അദ്ദേഹം നാളെ രാവിലെ ഓപ്പണായിട്ട് ആം ആദ്മിക്കാരനാണ് പുറത്തോട്ടിറങ്ങിയാൽ പെട്ടെന്ന് അവൻ ഒറ്റപ്പെടുന്നൊരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് ആ പഞ്ചായത്ത് എന്ന് പറയുന്നത് ഒരു ഇടതുപക്ഷത്തിൻ്റെ ആയിരിക്കാം, അല്ലെങ്കിൽ UDFൻ്റെ ആയിരിക്കാം. അപ്പോൾ നാളിതുവരെ അവന് കിട്ടിക്കൊണ്ടിരുന്ന ചില ആനുകൂല്യങ്ങൾ, അല്ലെങ്കിൽ അവൻ അവിടേക്ക് അവൻ്റെ ഒരു ആവശ്യം ചിലപ്പോൾ അവൻ ഒറ്റപ്പെടുന്ന രീതികൾ, അത് ഞങ്ങൾ പ്രവർത്തകർ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഭയമുണ്ടായതുകൊണ്ട് കയറി ആൾക്ക് വരുന്നില്ല. അത് വലിയൊരു വെല്ലുവിളിയാണ്. അപ്പോൾ അവരെ എങ്ങനെ പുറത്തെത്തിക്കും, അവരെങ്ങനെ വോട്ട് ചെയ്യും എന്നൊക്കെയുള്ളതാണ് ടെൻഷനും പ്രശ്നമൊക്കെ. അപ്പോൾ അത് വളരെ ചലഞ്ചാണ്. നോക്കാം. ഒപ്പം തന്നെ ആം ആദ്മി പാർട്ടിയുടെ തുടക്കം നമുക്കറിയാം ഡൽഹിയിൽ നിന്നാണ്. ഇന്ത്യ അഗെയിൻസ്റ്റ് കറപ്ഷൻ ആ ഒരു മൂവ്മെൻറ്റിൻ്റെ ഒരു തുടർച്ചയായിട്ട് ആം ആദ്മി പാർട്ടി രൂപീകരിക്കുന്നു. 2013 ഡൽഹിയിൽ ഒരു നല്ലൊരു വിജയം നേടാൻ സാധിക്കുന്നു. പിന്നെ 2015 ഒറ്റയ്ക്ക് വലിയൊരു മൃഗീയ ഭൂരിപക്ഷം കിട്ടുന്നു. തുടർന്നുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളിലും നല്ല മികച്ച വിജയം ഡൽഹിയിൽ നേടാൻ സാധിക്കുന്നു. ആ ഒരു വിജയം പഞ്ചാബിലും ഒപ്പം തന്നെ ഗുജറാത്തിലും ചില സീറ്റുകൾ ലഭിക്കുന്നു, ഗോവയിൽ സീറ്റുകൾ ലഭിക്കുന്നു. പക്ഷേ അവിടങ്ങളിലൊക്കെ ആം ആദ്മി പരീക്ഷിച്ച ഒരുപക്ഷെ ഒരു ഡൽഹി മോഡൽ അത് കേരളത്തിൽ എത്രത്തോളം സക്സസ് ആവും? ഞാൻ ചോദിക്കാൻ കാരണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പൊളിറ്റിക്കലി പോളറൈസ്ഡ് ഒരു അറ്റ്മോസ്ഫിയറാണ് കേരളത്തിലുള്ളത്. പാർട്ടി കേഡർ സംവിധാനം അത് കോൺഗ്രസിൻ്റെ ആയിക്കോട്ടെ, CPMൻ്റെ ആയിക്കോട്ടെ, BJPയുടെ ആയിക്കോട്ടെ വളരെയധികം ശക്തമാണ്. അത്തരത്തിലുള്ളൊരു കേഡർ സംവിധാനം നിലനിൽക്കുമ്പോൾ ഈ ഒരു ഡൽഹി മോഡൽ അല്ലെങ്കിൽ ആം ആദ്മിയുടെ ഒരു പരമ്പരാഗത ശൈലി കേരളത്തിൽ വിജയിക്കും? അല്ലെങ്കിൽ ഏറ്റവും വലിയ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ആം ആദ്മി പാർട്ടി എന്ന് ഹിന്ദിയിൽ എഴുതിയ കൊടികൾ ഇപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, പ്രവർത്തകർ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ തൃശ്ശൂർ മീറ്റിംഗ് കഴിഞ്ഞിട്ട് വരികയാണ്. അപ്പോൾ അതിൽ നാഷണൽ പാർട്ടിയുടെ കൊടി പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ഹിന്ദിയിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അത് മലയാളീകരിച്ച് എഴുതാൻ പോലും കഴിയുന്ന ഒരു പൊളിറ്റിക്കൽ സെൻസ് എന്ന് പറയുന്നത് നമ്മുടെ പ്രവർത്തകർക്ക് വളരെ കുറവെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. കാരണം ഇതൊരു ഉത്തരേന്ത്യൻ പാർട്ടിയാണെന്നും
ഇതൊരു ഡൽഹി പാർട്ടിയാണെന്നും കളിയാക്കുന്നിടത്ത് ആം ആദ്മി എന്ന് പറയുന്ന വാക്ക് ഹിന്ദി വാക്കാണ് അല്ലേ? ഞാനൊരു സാധാരണക്കാരൻ അങ്ങനെ പോലും ബ്രാൻഡ് ചെയ്യപ്പെടുന്നില്ല, മലയാളീകരിക്കുന്നില്ല. നമ്മുടെ മലയാളികൾക്ക് പ്രശ്നമുണ്ട്. അപ്പം നമ്മൾ കേരളത്തിൽ പുറത്തോട്ട് പോയാൽ നമ്മളെ അവൻ കാണുന്നത് ഒരു മല്ലു എന്ന് പറഞ്ഞാൽ അവനെ നമ്മൾ മാറ്റി നിർത്തും. അതേപോലെയാണ് നമ്മൾ ബംഗാളികൾ. നമ്മൾ ഏതൊരിടത്തും പണിക്ക് പുറത്ത് തമിഴ്നാട്ടുകാരൻ പുറത്ത് നമ്മൾ ബംഗാളി എന്ന് പറഞ്ഞാൽ കളിയാക്കുന്നത്. അല്ല, തമിഴ്നാട്ടുകാരെന്ന് പറയാറില്ല, അല്ല ഒറീസക്കാരെന്ന് പറയാറില്ല, അല്ലെങ്കിൽ ബംഗാളി. അപ്പം ഇങ്ങനെ വലിയ വേർതിരിവ് നമുക്കിടയിലുണ്ട്. ആ സാഹചര്യത്തിൽ ഇതിൻ്റെ ഒരു പൊളിറ്റിക്കൽ സെൻസിനെ പിടികിട്ടാനുള്ള ഒരു സെൻസ് നമ്മുടെ വോളണ്ടിയേഴ്സിന് കുറവുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്, ഞാനത് ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോൾ. അപ്പോൾ ഇത് അങ്ങ് സൂചിപ്പിച്ചതുപോലെ മാത്രമല്ല, ഇവിടെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഡൽഹിയിൽ എന്തുകൊണ്ട് ആ മൂവ്മെൻറ്റ് ഉണ്ടായി? ഡൽഹിയിൽ നമ്മൾ കോൺഗ്രസ് അല്ല BJP, അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു പൊളിറ്റിക്കൽ ഓൾട്ടർനേറ്റീവ് ഇല്ല. അപ്പോൾ അവിടെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരു കറപ്ഷൻ മൂവ്മെൻറ്റ് വരുന്നു. അപ്പം അതിലേക്ക് ജനം ഒഴുകിയെത്തുന്നു. പെട്ടെന്നൊരു ബൂമായിരുന്നു, ഒരു മൂവ്മെൻ്റ് ആയിരുന്നു. കേരളത്തിൽ അങ്ങനെയല്ലല്ലോ. കേരളത്തിൽ ഈഴവ ബേസ് വോട്ടുണ്ട്, അവർക്കൊരു പൊളിറ്റിക്കൽ പാർട്ടിയുണ്ട്. നായർ വിഭാഗത്തിൽ പാർട്ടി ഇല്ലെങ്കിൽ പോലും അവരുടെ പരമ്പരാഗത വോട്ട് പോകുന്നത് ഒരു പ്രത്യേക വിഭാഗത്തിലേക്കാണ്. മാർക്സിസ്റ്റ് പാർട്ടിയുണ്ട്. അങ്ങനെ ഓരോ വിഭാഗത്തിനും പൊളിറ്റിക്കലായിട്ടുള്ള ഒരു വോട്ട് ബാങ്ക് ഉള്ള സിസ്റ്റത്തിൽ ഇവിടുന്നൊക്കെ നമ്മൾ ഈ വോട്ട് പെർസെൻറ്റേജ് കൊണ്ടുവരണം. അത് വലിയൊരു ടാസ്ക്കാണ്. മാത്രമല്ല ഒരുപാട് പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ, ഒരുപാട് എന്താ പറയുക, പൊളിറ്റിക്കലി എല്ലാവരും, നമ്മളിപ്പം മതം പറഞ്ഞാൽ പോലും മതപരമായ കാര്യങ്ങൾ സംസാരിക്കുമ്പോഴും നമ്മൾ അവസാനം അതിൻ്റെ ബദൽ അല്ലെങ്കിൽ അതുമായി ബന്ധം ബാർഗെയിനിങ് ചെന്ന് നിൽക്കുന്നത് പൊളിറ്റിക്കലായിട്ടുള്ള വിഷയങ്ങളിലാണ്. വിദ്യാഭ്യാസം, ഇപ്പം സഭ സംസാരിക്കുമ്പോൾ സഭ അടുത്ത കാലത്ത് വെച്ചൊരു സ്റ്റേറ്റ്മെൻറ്റ്, റബ്ബറിൻ്റെ വില ഉയർത്തുക എന്ന് പറയുമ്പോൾ അതിനപ്പുറത്തേക്ക് ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റിലേക്ക് അത് മാറും. BJP എന്ന് പറയുന്നത് അവിടെ കണക്ട് ചെയ്യാണ്. കാരണം വേറൊരു ഓൾട്ടർനേറ്റീവ് സഭയുടെ മുമ്പിൽ ഇപ്പം നിലവിലില്ല. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ ആം ആദ്മി എന്ന് പറയുന്ന ഒരു ട്രെൻഡ് ഇവരുടെ ഉള്ളിലേക്ക് വരാൻ ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മൾ സിറ്റി ബേസ്ഡ് ആയിട്ട് ജീവിക്കുന്നവരല്ല ഭൂരിഭാഗം. നമ്മളെല്ലാം ഗ്രാമങ്ങളിൽ നിന്നാണ് നമ്മുടെ പൊളിറ്റിക്സ്. ഇപ്പം ആം ആദ്മി പൊളിറ്റിക്സ് പലപ്പോഴും മുകളിൽ നിന്ന്, അതായത് ടൗണിൽ നിന്ന് ഉള്ളിലേക്ക് വരുന്ന ഒരു പൊളിറ്റിക്സ്, അർബൻ പൊളിറ്റിക്സ്. ഡൽഹിയിലൊക്കെ അങ്ങനെയാണ്. അതായത് ടൗണിൽ വരുന്നു, അത് സ്പ്രെഡ് ചെയ്ത് ഗ്രാമങ്ങളിലേക്ക് പോകുന്നു. പക്ഷെ നമ്മുടെ ഇവിടുത്തെ പൊളിറ്റിക്കൽ രീതി എന്ന് പറയുന്നത് എപ്പോഴും ഗ്രാമങ്ങളിൽ തുടങ്ങി മുകളിലേക്ക് വരുന്നതാണ്. അപ്പോൾ അത്തരം ഇഷ്യൂസ് ഉണ്ട്. നമ്മൾ വർക്ക് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് ഡോർ ടു ഡോർ ക്യാമ്പയിനാണ് ഡൽഹിയിലും. അത് ഇവിടെ പരീക്ഷിച്ച് വിജയിച്ചൊരു അത് വിജയിക്കാൻ സാധ്യതയുണ്ട്. നമ്മളൊരു വീട്ടിലേക്ക് ഒരു തവണ കടന്നു ചെല്ലുന്നു. ഇപ്പം എനിക്കറിയാം, ഞാൻ ഈ ഇടയ്ക്കൊരു വീട്ടിൽ ചെന്ന സമയത്ത്, ഈ പരിചയമില്ലാത്തൊരു വീടാണ്, നമ്മളൊരു ലഘുലേഖകളായിട്ട് അവിടെ ചെല്ലുന്നു. അവരാദ്യം വലിയ താല്പര്യം കാണിക്കുന്നില്ല. രണ്ടാമത് വേറൊരാളൂടെ പോകുന്നു. അവസാനം അവിടുത്തെ കൊച്ച് ചെന്നിട്ട് അമ്മയോട് പറയാണ്, അമ്മയെ ആം ആദ്മിക്കാർ വന്ന് നിൽക്കുന്നു എന്ന് പറയുന്നത്. അത് ബ്രാൻഡിങ് ആണ്. ആദ്യം അവൻ അറിയത്തില്ല എന്തിനാ വന്നത്. 3 തവണ ചെല്ലുമ്പോഴാണ് അവൻ പറയുന്നത്, ഇന്നാളി വന്നവരെന്ന് മാറ്റിയിട്ട്, അല്ല കഴിഞ്ഞ ആഴ്ച വന്നവരെന്ന് മാറ്റിയിട്ട് അവൻ പറയുകയാണ് ആം ആദ്മിക്കാർ വന്നെന്ന് പറയുകയാണ്. കോൺഗ്രസ്സുകാർ വന്നു, CPM വന്നു പറയുന്ന പോലെ. അപ്പം ഇത്തരം ഒരു ബ്രാൻഡിങ് വലിയൊരു വിഷയമാണ്. ആ ബ്രാൻഡിങ് എന്ന് പറഞ്ഞാൽ പല മേഖലകളിൽ വരണം, പല സാഹചര്യങ്ങളിൽ വരണം. നമ്മളിപ്പോൾ CPM കോടി കാണുമ്പോൾ നമ്മൾ പല കാര്യങ്ങൾ ആലോചിക്കും. കൈപ്പത്തി എന്ന് പറയുന്ന പോലെ ഈ ചൂലെന്ന് പറയുന്ന ഒരു സാധനത്തെ ബ്രാൻഡ് ചെയ്യാൻ സാധിക്കും. അപ്പം ഒരുപാട് ടാസ്ക് ഫോഴ്സുകൾ വേണം. അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ്. അങ്ങനെ ഒരു ശ്രദ്ധേയമായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടിരുന്നു. പ്രത്യേകിച്ച് ആം ആദ്മിയിലേക്ക് കടന്ന് വരുന്ന പാർട്ടി പ്രവർത്തകർ അവരുടെ ജോലി രാജിവെക്കാനൊന്നും പറയത്തില്ല. ദിവസത്തിലൊരു 2-3 മണിക്കൂർ പാർട്ടി പ്രവർത്തനത്തിന് വേണ്ടി മാറ്റിവെച്ചാൽ മതി. പക്ഷേ വീണ്ടും ഞാൻ ചോദിക്കുകയാണ്, ഈ കേരളത്തിൻ്റെയൊക്കെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു 2-3 മണിക്കൂർ മാത്രം ഒരു പാർട്ടി പ്രവർത്തനം നടത്തി കഴിഞ്ഞാൽ മാത്രം ഒരു പാർട്ടിക്ക് വിജയിക്കാൻ സാധിക്കും? കാരണം ഇപ്പം BJP സംബന്ധിച്ചിടത്തോളം നാളുകളായ കേരളത്തിൽ ഒരു അക്കൗണ്ട് തുറക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ആം ആദ്മിയേക്കാൾ ഒരു 10 ഇരട്ടി കേഡർ സംവിധാനവും പാർട്ടി സംവിധാനവും പാർട്ടി മിഷനറിയും BJPക്ക് കേരളത്തിലുണ്ട്. പക്ഷേ ഇതുവരെ BJPക്ക് ഒരു പച്ച പിടിക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷേ അത്തരത്തിലൊരു 2-3 മണിക്കൂർ മാത്രം ഒരു പാർട്ടി പ്രവർത്തനത്തിന്, രാഷ്ട്രീയ കാര്യങ്ങൾക്ക് മാത്രം ചെലവഴിച്ചു കഴിഞ്ഞാൽ ഒരു പാർട്ടി സക്സസ് ആവുമോ? ആ സ്റ്റേറ്റ്മെന്റ് ഞാൻ വളരെ ആലോചിച്ച് പറഞ്ഞ സ്റ്റേറ്റ്മെന്റാണ്, ഒരു ചുമ്മാ ചാടിക്കറി പറഞ്ഞതല്ല. കാരണം ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന ലോയറാണ്. എൻ്റെ വരുമാനം എൻ്റെ തൊഴിലാണ്. ആ വരുമാനം നിന്നിട്ട് എനിക്ക് പൊളിറ്റിക്സിൽ ഇറങ്ങാൻ സാധിക്കില്ല. ആ വരുമാനം നിന്നാൽ ഞാൻ പൊളിറ്റിക്സിൽ നിന്ന് പൈസ ഉണ്ടാക്കാൻ ശ്രമിക്കും. അത് കറപ്ഷന് കാരണമാകും, ഒരു സംശയമില്ല. അതായത് എനിക്ക് പണം വേണം, അതിന് ഞാൻ മറ്റു മാർഗങ്ങൾ സ്വീകരിക്കും. അപ്പോൾ ആ ഒരു ആസ്പെക്റ്റിലാണ്, ആ ഒരു കോൺടെക്സ്റ്റിലാണ് നമ്മൾ പറയുന്നത് സജീവ രാഷ്ട്രീയം അഴിമതി കാരണമാകുമെന്ന്. കേജ്രിവാളും അങ്ങനെയായിരുന്നു. അദ്ദേഹം ജോലിയിൽ നിൽക്കുമ്പോൾ തന്നെയാണ് കറപ്ഷനായി പോരാടി വന്നത്. അവസാനം അദ്ദേഹം ഒരു സ്റ്റേറ്റ് പൊളിറ്റീഷ്യൻ ആവുന്ന സിറ്റുവേഷൻ വന്നു. അതായത് എന്നെ ആവശ്യമാണ് സ്റ്റേറ്റിന് എന്ന് പറയുന്നൊരു പോയിന്റ് ഉണ്ടല്ലോ, ആ പോയിന്റിലാണ് അദ്ദേഹം ജോലി റിസൈൻ ചെയ്യുന്നത്. അല്ല, ജോലി റിസൈൻ മൊത്തം ചെയ്ത് അദ്ദേഹം പൊളിറ്റിക്കൽ മൂവ്മെന്റിലേക്ക് ഇറങ്ങി. അദ്ദേഹം പൊളിറ്റിക്കൽ മൂവ്മെന്റിൽ തുടങ്ങുന്ന സമയത്ത്, കറപ്ഷനായി സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹം എപ്പോഴാണ് രാജിവെച്ചത്? അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഇനിയും വിശാലമായ ഈ ലോകമാണ്, അവിടെ ആ സ്റ്റേറ്റ് എന്നെ ആവശ്യം.
ആ ആസ്പെക്റ്റിൽ വരെ ഞാൻ ആ പറയുന്ന സജീവ രാഷ്ട്രീയത്തെ പറ്റി പറയുന്നുള്ളൂ. അവിടെ പിന്നെ അഴിമതിക്ക് സാധ്യതയില്ല. ഞാൻ പറയുന്നത് രാവിലെ തൊട്ട്, അതായത് ഇത്തരം സാഹചര്യം രാവിലെ തൊട്ട് ഞാൻ നാളെ പൊളിറ്റിക്സിലൊക്കെ ഇറങ്ങുകയാണെന്ന് പറയുന്ന സാഹചര്യം ഉണ്ടല്ലോ, ജോലിയൊക്കെ രാജിവെച്ചിട്ടല്ല ഒരു ജോലിക്കും പോകാതെ. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ ഒരുപാട് ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടി വർക്ക് ചെയ്യുന്നവരുണ്ട്. ഞാൻ പലപ്പോഴും അത്ഭുതപ്പെട്ടിട്ടുണ്ട്, ഇവർക്ക് എന്താണ് വരുമാന മാർഗം? എനിക്കറിയാവുന്ന പേര് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു വ്യക്തി രസകരമായൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു. ഞാനൊരു എൻ്റെ ഒരു വളരെ വേണ്ടപ്പെട്ട സ്നേഹിതനാണ്, പ്രായമുള്ളൊരു മനുഷ്യനാണ്. പുള്ളിക്ക് ജോലിയില്ല, പുള്ളിയുടെ വൈഫിന് ജോലിയില്ല, കുടുംബപരമായ അല്പം സ്വത്തും കാര്യങ്ങളും. പക്ഷേ പുള്ളിയുടെ മക്കളൊക്കെ വലിയ രീതിയിൽ പഠിക്കുന്നു, വീട്ടിൽ നല്ല സൗകര്യം. ഞാൻ ഒരു ദിവസം ചോദിച്ചാൽ ഇത് എങ്ങനെയാണ് പറ്റുന്നതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ രസകര മറുപടി, അവരുടെ മിനിസ്ട്രി വരുന്ന സമയത്ത് ഈ പറയുന്ന വ്യക്തിയുടെ പാർട്ടിയുടെ ആൾക്കാണ് മന്ത്രിസ്ഥാനം എപ്പോഴും ഒരു പ്രത്യേക വിഭാഗം, പിന്നെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് അവർക്കാണ് കിട്ടുന്നത്. പുള്ളി പറയുന്നത് മാസത്തിൽ 2 ട്രാൻസ്ഫറിൻ്റെ ശുപാർശ വന്നാൽ എനിക്ക് ജീവിക്കാം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രസകരമാണ്. പുള്ളി ഈ പറയുന്ന ആൾ ട്രാൻസ്ഫർ ഒരു ട്രാൻസ്ഫർ, ഭാര്യയ്ക്ക് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം ട്രാൻസ്ഫർ വേണം. അപ്പോൾ അങ്ങനെ ഒരു ആൾ വരുമ്പോൾ ഇതൊരു ഇരയാണ്, ഒരു 2 മാസത്തെ ഇരയാണ്. ഇവനുമായിട്ടാണ് കാറിൽ യാത്ര ചെയ്യുന്നത്. യാത്ര ചെയ്ത് സൂപ്പർ മാർക്കറ്റ് എടുത്തവരും പറയും ഇപ്പം ബെന്നി വണ്ടി നിർത്താമെന്ന് ചോദിക്കും. ഇദ്ദേഹം കയറി സാധനം പർച്ചേസ് ചെയ്യും. അപ്പോൾ ഈ ട്രാൻസ്ഫറിന് ആവശ്യമുള്ളവൻ ബില്ല് പേ ചെയ്യും. അപ്പോൾ ഈ 1 മാസത്തേക്കുള്ള തമാശയായിട്ട് പറഞ്ഞതാണ്. സത്യത്തിൽ അത് അഴിമതിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവൻ മനസ്സോടെ ചെയ്യുന്നതല്ല, അവനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ്, പെട്ടുപോകുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് അതുകൊണ്ടാണ് ഈ പുതിയ കാലത്തിലെ പിള്ളേർക്ക് ഈ രാഷ്ട്രീയത്തോട് താല്പര്യമില്ലാത്തത്. ഞാൻ എപ്പോഴും പറയുന്നത് രാഷ്ട്രീയം എന്ന് പറയുന്നത് കക്ഷി രാഷ്ട്രീയമല്ല. കക്ഷി രാഷ്ട്രീയം എന്ന് പറയുന്നത് നമ്മൾ വോട്ടിന് വേണ്ടി ഒരു ടൂളായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൂൾ അല്ല, നമ്മൾ അധികാരത്തിലേക്ക് എത്താൻ ഉപയോഗിക്കുന്ന ടൂൾ മാത്രമാണ് കക്ഷി രാഷ്ട്രീയം. പൊളിറ്റിക്സ് എന്ന് പറയുന്നത് എൻ്റെ വസ്ത്രം പോലും പൊളിറ്റിക്സ് ആണ്. അതുകൊണ്ടാണല്ലോ ഇന്ന രീതിയിൽ വസ്ത്രം ധരിച്ചില്ലെങ്കിൽ അത് രാജ്യദ്രോഹമാകുമെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഒരു കളറിലൊരു വസ്ത്രം ധരിച്ചാൽ അത് ഇന്ന രാഷ്ട്രീയമാണെന്ന് പറയുന്നത്. അപ്പോൾ കക്ഷി രാഷ്ട്രീയത്തിനുപരിയായി രാഷ്ട്രീയം ജനിക്കുമ്പം തന്നെ ഉള്ളതാണെന്ന് ചെറുപ്പക്കാർക്ക് തോന്നണമെങ്കിൽ അവർക്ക് ഈ പറയുന്ന രീതിയിലുള്ള ഇത്തിൽ കണ്ണികളുണ്ട്, അല്ലേ, പരാന്നഭോജികൾ എന്ന് വേണേൽ പറയാം, മറ്റുള്ളവരെ തുരന്ന് തിന്നുന്നവർ. ഇത് രാഷ്ട്രീയത്തിൽ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഇപ്പം ഈ പറയുന്ന സാഹചര്യമില്ലേ, അതായത് ഫുൾ ടൈം പൊളിറ്റിക്സ്. ഈ ഒരു പാർട്ടി പ്രവർത്തകൻ രാവിലെ 1 മണിക്കൂർ അവൻ്റെ വീട്ടിൽ വരുന്ന ഇഷ്യൂസ് പരിഹരിക്കാൻ, പ്രത്യേകിച്ച് ആധുനിക ലോകമാണ് അല്ല, ഞങ്ങൾ സ്റ്റേറ്റ് കമ്മിറ്റി കൂടുന്നത് എനിക്കിപ്പോഴും ഓർമ്മ, ഒരു 10 വർഷം മുമ്പ്, ഒരു 15 വർഷം മുമ്പാണെങ്കിൽ ഒരു കമ്മിറ്റി കൂടുന്നത് നമ്മൾ ഫിസിക്കലായി പോയിരിക്കണം. ഇന്ന് അടിയന്തരമായി ഒരു ലിങ്ക് എടുത്താൽ നമുക്ക് ഓൺലൈനായിട്ട് മീറ്റിംഗ് കൂടാം, എവിടെ ഇരുന്നും കൂടാം. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ ഒരു നിർദ്ദേശം കൊടുക്കാൻ ഒരു പൊളിറ്റിക്കൽ പാർട്ടി മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് ഫിസിക്കലായിട്ടുള്ള വലിയ സ്ട്രെയിൻ ഇല്ലാത്ത കാലത്ത് നമുക്ക് ടൈം മാനേജ് ചെയ്യാം, നമ്മുടെ ജോലിയും ചെയ്യാം, ഇതും ചെയ്യാം. പിന്നെ അടിയന്തരമായ സാഹചര്യങ്ങളിൽ ഗ്രൗണ്ടിൽ ഇറങ്ങി വർക്ക് ചെയ്യേണ്ട സാഹചര്യം ചെയ്യണം. ഞാൻ പറഞ്ഞ എല്ലാ ദിവസവും രാവിലെ ജോലിക്ക് പോയിട്ട് 2 മണിക്കൂർ ആണല്ലോ പറഞ്ഞത്. അതാ കോൺടെസ്റ്റ് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജോലി കളയാതെ നിൽക്കാം. ജോലി കളഞ്ഞിട്ട് തന്നെ എനിക്കിതിലേക്ക് ഇറങ്ങണമെന്ന് സാഹചര്യം വരുമ്പോൾ അത് നമുക്ക് ഓപ്റ്റ് ചെയ്യാം, എന്ത് വേണം ചിന്തിക്കാം. അപ്പോൾ ആ സാഹചര്യത്തിൽ അതായത് നാളെ മുതൽ ഇപ്പം KSU, എനിക്കറിയാം എത്രയോ പേരുണ്ട് SFIയിലും KSU വർക്ക് ചെയ്യുന്നവർ. വീട്ടിൽ അപ്പന് പൈസയുണ്ട്, അല്ലെ ഭാര്യയ്ക്ക് ജോലിയുണ്ട്, രാവിലെ ഇറങ്ങുകയാണ് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞിട്ട്, ഒരു ജോലിയും ചെയ്യുന്നില്ല. ഇവർ പക്ഷെ സുഖമായി ജീവിക്കുന്നുണ്ട്. ഈ സുഖമായി ജീവിക്കുന്ന പൈസ എന്ന് പറയുന്നത് മറ്റുള്ളവരെ ഊറ്റിയെടുക്കുന്നതാണ്, അല്ല അവൻ്റെ നിസ്സഹായത കൊണ്ട് അവൻ കൊടുക്കുന്നതാണ്, അല്ല അവനെ പിന്നെ പേടിപ്പിച്ചും അവനെ വിരട്ടിയും വാങ്ങുന്നതാണ്, അല്ലെങ്കിൽ ഇവൻ്റെ കൂടെ നടന്നാൽ എന്തെങ്കിലും ഭാവിയിൽ കിട്ടുമെന്ന് പറഞ്ഞ് കൊടുക്കുന്നതാണ്. ഇതെല്ലാം അഴിമതിയാണെന്നും ഇതെല്ലാം കറപ്ഷനാണെന്നുമാണ് എൻ്റെ ധാരണ. ഒപ്പം ഈ ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി ഒരു ഫോം ചെയ്തത് ഒരു അഴിമതി വിരുദ്ധ പോരാട്ടത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഫോം ചെയ്തത്. ഇപ്പോൾ 2023 കേരളത്തിലെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഈ 2ാം പിണറായി സർക്കാർ ഒത്തിരിയേറെ അഴിമതി ആരോപണങ്ങൾ നേരിടുന്നുണ്ട്, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഈ AI ക്യാമറ വിവാദവുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ശരിക്കും ആം ആദ്മി ഒരു അഴിമതി വിരുദ്ധ പോരാട്ടത്തിൽ നിന്നും രൂപം കൊണ്ട ഒരു ആം ആദ്മിക്ക് കേരളത്തിലെ നിലവിലെ സാഹചര്യത്തിൽ വളരെയധികം ഒരു പ്ലസ് പോയിന്റ്സിൽ, പ്രത്യേകിച്ച് ഇപ്പം ഓപ്പോസിഷൻ കോൺഗ്രസ് പാർട്ടിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഒരു കാര്യമായിട്ട് സർക്കാരിനെതിരെ പോരാട്ടം നയിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറെ കൂടി ഒരു ക്രിയാത്മകമായ ഒരു ഗ്രൗണ്ട് ലെവലിൽ ഒരു ഗവൺമെന്റിനെതിരെയുള്ള ഒരു അറ്റാക്സ് ഒക്കെ ഒരു പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ കുറെ കൂടി ജനങ്ങളിലേക്ക് എത്തിപ്പെടാൻ സാധ്യതയില്ലേ? തീർച്ചയായിട്ടും സാധിക്കും. അങ്ങനെ ചെയ്യണം തന്നെയാണ് എൻ്റെ ആഗ്രഹവും ആവശ്യവും. പക്ഷേ ഞാനത് സ്വയം വിമർശനത്തിൽ നമുക്ക് അതിനകത്ത് ഒരു ഉത്തരം പറയേണ്ടി വരും. കേജ്രിവാൾ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, അതായത് സമരം ചെയ്യാൻ താല്പര്യമില്ലാത്തവരും ജയിലിൽ പോകാൻ താല്പര്യമില്ലാത്തവരും ഈ പാർട്ടി വർക്ക് ചെയ്യേണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഇപ്പോഴും പറയട്ടെ, ആത്മവിമർശനത്തിൻ്റെ ഭാഗമായിട്ട് പറയട്ടെ, ഈ പാർട്ടിയിലുള്ള ഭൂരിഭാഗം ആൾക്കാരും, ഇന്ന് ഈ പാർട്ടിയിൽ വർക്ക് ചെയ്യുന്ന ഭൂരിഭാഗം ആൾക്കാരും റിട്ടയർഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അതായത് മറ്റ് ജോലിയിൽ നിന്ന് മറ്റ് രാജ്യങ്ങളിൽ ജീവിച്ചിട്ട് അവിടുത്തെ സുഖങ്ങളും സൗകര്യങ്ങളും കണ്ട് എൻ്റെ നാട്ടിലും മാറ്റങ്ങൾ വേണം എന്ന് ആഗ്രഹിച്ച് വരുന്ന ഒരുപാട് പേരുണ്ട്. ഏതെങ്കിലും ജോലിയിൽ ഇരുന്നതിന് ശേഷം അത് കഴിഞ്ഞ് റിട്ടയർ ചെയ്യുന്ന സമയത്ത് നാടിന് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന ആഗ്രഹിക്കുക സ്ത്രീകളും പുരുഷന്മാരും അങ്ങനെയാണ് കൂടുതൽ പേർ. ഇവർക്ക് ഒരു സമരം ചെയ്യാനുള്ള മനസ്സില്ല.
ഇവർക്കൊരു ഒരു ഒരു സ്റ്റേറ്റിന് സമരം എന്ന് പറഞ്ഞാൽ 2 സമരമുണ്ട്, സമാധാന സമരമുണ്ട്. പക്ഷേ ചില സമരങ്ങൾ വളരെ അഗ്രീഡ് ആവേണ്ട സമയത്ത്, അഗ്രസീവ് ആവേണ്ട സമയത്ത് അഗ്രസീവായ സമരം ചെയ്യണം. ജനങ്ങൾക്ക് ഇപ്പം ഗാന്ധി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഗാന്ധിയൻ സമര രീതികൾ അദ്ദേഹം സഹകരണ സമരമായിരുന്നെങ്കിൽ പോലും അത് പലർക്കും ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടായിരിക്കും ആ കാലഘട്ടത്തിൽ, ശരിയല്ലേ? അപ്പോൾ ഇത് കഴിയുന്ന ഒരു അല്ലെങ്കിൽ അത്തരം സമരമാർഗങ്ങൾ സ്വീകരിക്കാൻ കഴിയുന്ന ഒരു യൂത്തിൻ്റെ വലിയൊരു സപ്പോർട്ട് ഇല്ലാതെ ഈ സമരമാർഗങ്ങൾ ആവിഷ്കരിക്കാൻ പാർട്ടിക്ക് കഴിയില്ല. അത് കഴിയാത്തിടത്തോളം കാലം പ്രൈം ടൈം ന്യൂസിലേക്ക് ഈ പാർട്ടിയുടെ വാർത്തകൾ വരില്ല. ഇപ്പം അഴിമതിക്കെതിരെ കേരളത്തിൽ ഈ പറയുന്ന ക്യാമറ വിവാദത്തിനെതിരെ കേരളത്തിൻ്റെ ജില്ലാ ആസ്ഥാനങ്ങളിൽ മാർച്ച് സംഘടിപ്പിക്കുക, അല്ലെങ്കിൽ ഒരു പ്രക്ഷോഭം സംഘടിപ്പിക്കുക. ഡൽഹി കേജ്രിവാളിൻ്റെ സമരരീതി, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് എത്രയോ സമരങ്ങളിൽ പോലീസ് തല്ലി പൊളിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരം സമരമാർഗങ്ങൾ പറയുമ്പോൾ അല്പം മാറി നിൽക്കുന്ന, അല്ലെങ്കിൽ അത് വേണ്ടെന്ന് പറയുന്ന ഒരു ഏജ് ഗ്രൂപ്പ് ഈ പാർട്ടിയിൽ ഭൂരിഭാഗം, അവരെ നമുക്ക്, പ്രായമുള്ള ഒരാളെ നമുക്ക് പോലീസിന് മുമ്പിലേക്ക് തള്ളിയിട്ട് കൊടുക്കാൻ സാധിക്കില്ല, അല്ലേ? അവർ ഇതൊന്നും ആഗ്രഹിച്ചിട്ട് വരുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊക്കെ ആത്മവിമർശനമാണ് കേട്ടോ. കേജ്രിവാളിന്റെ പേര് പറഞ്ഞ് പെട്ടെന്ന് ഇവിടെ ഒരു മൂവ്മെന്റ് ഉണ്ടായി അധികാരത്തിൽ വരുമെന്ന് വിശ്വസിക്കുന്നവർ ഈ പാർട്ടിയിൽ ഭൂരിഭാഗമുണ്ട്. അത് ശരിയല്ല. യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നില്ല. അത് യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നില്ല. കേജ്രിവാൾ എന്ന് എഴുതി വെച്ചാൽ ഇവിടെ വോട്ട് ചെയ്യത്തില്ല. ഇവിടെ വോട്ട് ചെയ്യണമെങ്കിൽ ഇപ്പം ഞാൻ ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഒരു യുവതെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ അവർ പറഞ്ഞൊരു ചോദ്യം ഇങ്ങനെയാണ്: നിങ്ങൾക്ക് വോട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ ആദ്യം ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്ത് കാണിക്കാനാണ് പറയുന്നത്. അപ്പം ചെയ്ത് കാണിക്കണമെങ്കിൽ നമ്മൾ പറയുന്ന ഉത്തരം, അമ്മ അങ്ങനെ ചെയ്ത് കാണിക്കണമെങ്കിൽ ഞങ്ങൾക്ക് അധികാരം വേണ്ടേ? അപ്പോൾ അവർക്ക് എന്തെങ്കിലും ചെയ്ത് കാണിച്ചാലേ വോട്ട് ചെയ്യുള്ളൂ. നമ്മൾ പ്രൈം ടൈമിൽ നിൽക്കാൻ സാധിക്കുന്നില്ല, വാർത്തകൾ സൃഷ്ടിക്കാൻ സാധിക്കുന്നില്ല. വാർത്തകൾ സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ ആം ആദ്മിയുടെ ഒരു സമരം കേരളത്തിൽ നടന്നു, അതിൽ ഇന്ന വിഷയമുണ്ടായി, ആ സമരം ജനങ്ങൾ പറയണം അത് ശരിയാണ്, ആ സമരം ആവശ്യമാണ് എന്ന് പറയണ്ടേ? അത്തരം സമരമാർഗങ്ങൾ ഏറ്റെടുക്കണമെങ്കിൽ ചെറുപ്പക്കാരുടെ ഒരു വലിയ മുന്നേറ്റം ഈ പാർട്ടിയിലേക്ക് വരണം. അത് വരാത്തിടത്തോളം കാലം അത്തരം സമരങ്ങൾ ഏറ്റെടുക്കാൻ സാധിക്കില്ല. അത്തരം സമരങ്ങൾ ചെയ്യാതെ പാർട്ടിക്ക് മുമ്പോട്ട് വരാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങ് ഈ ചെറുപ്പക്കാരുടെ കാര്യം പറഞ്ഞു. പ്രത്യേകിച്ച് ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു യൂത്ത് പ്രത്യേകിച്ച് കേരളത്തിൽ വളരെയധികം ഫ്രസ്ട്രേറ്റഡ് ആണ്. അവർ ഇവിടുത്തെ നാട് ഉപേക്ഷിച്ച് വിദേശത്തേക്കൊക്കെ പോകുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പം നിലവിലുള്ള പാർട്ടി സംവിധാനങ്ങളിൽ പ്രവർത്തിക്കുന്ന യൂത്തിൻ്റെ അവർക്കൊരു പരിമിതിയുണ്ട്. അവരൊരു പാർട്ടി അടിമത്തം എന്ന രീതിയിലാണ് പലരും കാണുന്നത്. പാർട്ടി എന്ത് കൊള്ളരുതായ്മ ചെയ്താലും പാർട്ടീനെ ന്യായീകരിക്കുന്ന ഒരു സംവിധാനം. അങ്ങൊരു നേരത്തെ ആം ആദ്മി പാർട്ടിയിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കൂടിയായിരുന്നു. കേരളത്തിലെ യുവജനങ്ങൾ നേരിടുന്ന ഒരു പ്രധാന ഒരു പ്രതിസന്ധി എന്തുകൊണ്ടാണ് അവർ ഈ നാട് വിട്ടു പോകുന്നത്? വളരെയധികം ഫ്രസ്ട്രേറ്റഡ് ആവാനുള്ളൊരു കാരണം എന്താണ് അങ്ങയുടെ ഒരു നിരീക്ഷണത്തിൽ? അവരെ പ്രചോദിപ്പിക്കുന്ന ഒന്നും ഈ നാട്ടിലില്ല. ഇപ്പോൾ ഒരു 15 വയസ്സ് വരെ മക്കളെ പഠിപ്പിക്കുക, 10ാം ക്ലാസ് പാസ്സായിട്ട് അവരെ ഉന്നത വിദ്യാഭ്യാസത്തിന് വിടുക, അതിൻ്റെ അപ്പുറത്തേക്ക് മാതാപിതാക്കൾക്ക് വലിയൊരു ഐഡിയ ഇല്ല എന്ത് ചെയ്യണം. കേരളത്തിൽ കേരളത്തിൽ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന കേരളത്തിൽ ഇപ്പോൾ എല്ലാവരും മക്കളെ കൊണ്ടുവിടുന്ന LLBക്കാണ്. ഒരു കാലത്ത് എഞ്ചിനീയറിംഗ് ആയിരുന്നു. ഞാൻ പഠിക്കുന്ന സമയത്ത് എഞ്ചിനീയറിംഗ് ഡോക്ടറുമായിരുന്നു. ഇപ്പോൾ LLBക്ക് വിടാൻ കാര്യം പെട്ടെന്ന് വക്കീൽമാർക്ക് ഒരു സിനിമയിലും അല്ലെങ്കിൽ പിന്നെ ചില കേസുകളൊക്കെ നമ്മുടെ നാട്ടിൽ ഇടയ്ക്ക് സംഭവിച്ചപ്പോൾ വക്കീലന്മാരുടെ ന്യൂസുകളൊക്കെ വന്നപ്പോൾ ഇപ്പോൾ എല്ലാം LLB ആണ്. കേരളത്തിൽ മുഴുവൻ ലോ കോളേജാണ്. കൊല്ലത്ത് തന്നെ 5 ലോ കോളേജ്. ഞാൻ പഠിക്കുമ്പോൾ കേരളത്തിൽ 4 ലോ കോളേജ് ഉണ്ടായി. ഗവൺമെൻറ് ലോ കോളേജ് 4 ഉണ്ടായിരുന്നുള്ളൂ. ഇത് കൊല്ലം ജില്ലയിൽ 3 ലോ കോളേജായി. ജില്ലകൾ ഇവർ പഠിച്ച് ഇനി ഇവരെല്ലാം LLBക്കാർ എടുത്തു വരുന്നു. അതനുസരിച്ച് അവർക്ക് വരുമാന മാർഗം കിട്ടുമോ? ഫ്രസ്ട്രേറ്റഡ് ആവും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ 15 വയസ്സിന് ശേഷം 25 വയസ്സ് വരെ ഒരു ചെറുപ്പക്കാരിക്ക് അവൻ എൻഗേജ്ഡ് ആകാൻ പറ്റുന്ന എന്തെങ്കിലും സാധ്യതകൾ ഇവിടെ ഉണ്ടോ? ടൂറിസം മേഖലയിലുണ്ടോ? കാർഷിക മേഖലയിലുണ്ടോ? സ്പോർട്സ് മേഖലയിലുണ്ടോ? അവൻ ഒരു മേഖലയിലും ഇല്ല. ഇപ്പം ഞാൻ എൻ്റെ ഇപ്പം ഒരു 20-22 വയസ്സിൽ ഈവനിങ് ആയിക്കഴിഞ്ഞാൽ ഞാൻ കളിക്കാൻ പോകും, അല്ല ലൈബ്രറിയിലേക്ക് പോകും. അപ്പം നമ്മൾ ഡിജിറ്റൽ യുഗത്തിലേക്ക് മാറി. അവിടെയാണ് ഡ്രഗ്സ് ഭയങ്കരമായിട്ട് പിടിമുറുക്കുന്നത്. അപ്പം ഇപ്പം DYFIയിൽ ചേർന്നാൽ നമുക്കൊരു ധാരണയുണ്ട്, നമുക്കൊരു ജോലി എങ്ങനെയും കിട്ടും, കാരണം ഭരിക്കുന്ന പാർട്ടിയാണ്. അല്ലാതെ ഈ പാർട്ടി ചെന്ന ഒരു പെൺകുട്ടി അവർക്ക് ജോലി കിട്ടും. അപ്പോൾ ഇത്തരത്തിൽ കുറേ പേര് അങ്ങനെ അങ്ങ് പോകുന്നു. കുറേ പേര് ഈ സ്റ്റേറ്റ് തന്നെ വിട്ടുപോകാൻ ആഗ്രഹിക്കുകയാണ്, അല്ലേ? ഈ സ്റ്റേറ്റ് വിട്ടുപോയിട്ട് ഇപ്പം നമ്മൾ പല വീടുകളും കാണുന്ന അവിടെ മാതാപിതാക്കൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവരെ ഈ പറയുന്ന യൂത്തിനെ കേരളത്തിൽ നിർത്താൻ കഴിയുന്ന സാധ്യതകൾ ഇവിടെ ഒരുപാടുണ്ട്. എല്ലാ മേഖലകളിലും ഉണ്ട്. ആ സാധ്യതകൾ കഴിഞ്ഞ കാലങ്ങളായി ഇവിടെ ഭരിച്ചവർ അത് ഉപയോഗിച്ചിട്ടില്ല. രസകരമായ കാര്യം നമ്മൾ കണ്ടതല്ലേ, രാജ്യം വിട്ട് സ്റ്റേറ്റ് വിട്ടിട്ട് ആൾക്കാർ പോകുന്നു പറഞ്ഞപ്പോൾ അന്ന് CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് അതിന് ബദൽ നിയമം ഉണ്ടാക്കും. എന്ത് നിയമം ഉണ്ടാക്കാൻ സാധിക്കും? ഒരുത്തരും മൈഗ്രേറ്റ് ചെയ്യപ്പെടാൻ അവൻ്റെ സ്വാതന്ത്ര്യമല്ലേ. പിന്നെ യൂത്ത് സംഘടന പോയി വിമാനത്താവളത്തിൽ മനുഷ്യച്ചങ്ങല പിടിച്ചു. അപ്പോൾ അവൻ ഇവിടെ നിൽക്കണമെങ്കിൽ പക്ഷേ ഈ വിദേശത്ത് പോകുന്ന ചെറുപ്പക്കാരൻ അവിടെ ചെന്നിട്ട് പറയും എനിക്ക് നാട്ടിൽ തിരിച്ചു പോകണമെന്ന് പറയും, അല്ലേ? പക്ഷെ അവൻ ഇവിടെ പ്രചോദിപ്പിക്കുന്ന, അവനെ നിലനിർത്താൻ കഴിയുന്ന സാധ്യതകൾ അത് ഉപയോഗിക്കുന്നില്ല. അവനെ ഒന്നുകിൽ വൈകിട്ടാകുമ്പം വെള്ളം അടിക്കാൻ പോകണം, അല്ല കഞ്ചാവ് വലിക്കാൻ പോകണം,
അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തേക്ക് അവൻ്റെ സ്കില്ലിനെ ഡെവലപ്പ് ചെയ്യാൻ കഴിയുന്ന ഒരു സാധ്യതകൾ ഉപയോഗിക്കാത്തതുകൊണ്ടാണ് ചെറുപ്പക്കാർ നിൽക്കാത്തത്. ബാക്കിയുള്ളവർ ഇവിടെ ഈ പറയുന്ന DYFT അല്ലെ അങ്ങനെയുള്ള പാർട്ടി ഒരു അടിമത്തത്തിലേക്ക് അടിമത്തത്തിലേക്ക് ശരിക്കും ഇത്തരത്തിൽ പോകുന്ന ഈ എഡ്യൂക്കേറ്റഡ് യൂത്ത് അല്ലേ ശരിക്കും ആം ആദ്മി പോലെ ഒരു പാർട്ടിയുടെ ഒരു പൊട്ടൻഷ്യൽ വോട്ട് ബേസ് ശരിക്കും അവരല്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. ആം ആദ്മി ഇപ്പോൾ ഡൽഹിയിൽ വലിയ മൂവ്മെൻ്റായി വന്നത് അവിടുത്തെ ഈ പറയുന്ന ലോകം കാണുന്ന ചെറുപ്പക്കാരാണ്. അവരാണ് എൻ്റെ നാട് ചേഞ്ച് ആവണം എന്ന് ആഗ്രഹിച്ച് വോട്ട് ചെയ്തത്. അതുകൊണ്ടാണ് ആ ചേഞ്ച് അവിടെ വന്നത്. അപ്പോൾ ഞാൻ ഈ വീഡിയോ അല്ലെങ്കിൽ ഈ ഇൻ്റർവ്യൂ കാണുന്ന ചെറുപ്പക്കാരോട്, വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാരോട്, ചിന്തിക്കുന്നവരോട് ഞാൻ പറയാൻ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ പൊളിറ്റിക്സിലേക്ക് വരണം. പൊളിറ്റിക്സ് വെറുക്കപ്പെട്ടതാകരുത്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്പേസിലേക്ക്, ഇപ്പം നിയമനിർമ്മാണ സഭകളിൽ നല്ല ചെറുപ്പക്കാർ വന്നില്ലെങ്കിൽ ആ സ്പേസിലേക്ക് കടന്നു വരുന്നത് ഈ അടിമത്തം പേറുന്നവരായിരിക്കും. അവർ കടന്നു വന്നിട്ട് അവരുടെ ബുദ്ധിക്കും അവരുടെ ബോധത്തിനനുസരിച്ചുള്ള നിയമങ്ങൾ ഉണ്ടാക്കും, പോളിസികൾ മേക്കിംഗ്. ആ പോളിസിക്ക് അനുസരിച്ച് വേണം വിദ്യാസമ്പന്ന ചെറുപ്പക്കാർ ജീവിക്കാൻ ഈ നാട്ടിൽ. നാളെ നിങ്ങളുടെ മക്കൾ ഈ നാട്ടിൽ ജീവിക്കുമ്പോൾ ആ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുള്ള നിയമങ്ങളും പോളിസിയും മേക്ക് ചെയ്യുന്നത് ഈ പറയുന്ന ഗുണ്ടകളും അഴിമതിക്കാരുമായിരിക്കും. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങളൊന്നും ചെയ്തില്ലെങ്കിലും പൊളിറ്റിക്സിലേക്ക് ഇറങ്ങണം, പൊളിറ്റിക്സിലേക്ക് വരണം. അപ്പോൾ അങ്ങനെ വരാൻ പറ്റുന്നൊരു പ്ലാറ്റ്ഫോമാണ് ആം ആദ്മി എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇതിന് വലിയൊരു പ്രത്യയശാസ്ത്ര ബദലുകളോ വരട്ട് തത്വാദങ്ങളോ ഒന്നുമില്ല. അതായത് ധാർമ്മികത അല്ലെങ്കിൽ എല്ലാവരും ഒരുപോലെ കാണുക, വെൽഫെയർ സ്കീമുകൾ സംസാരിക്കുക എന്ന് പറയുന്ന വളരെ 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 സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റാണ്. അപ്പം ആം ആദ്മിയിലേക്ക് വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാർ കടന്നു വരണം. കടന്നു വന്ന് നിങ്ങൾ മത്സരിക്കണം, ഇലക്ഷനിൽ മത്സരിക്കണം, MLA ആവണം, MP ആവണം, പഞ്ചായത്ത് മെമ്പർമാരാവണം. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവി തലമുറയെ സുരക്ഷിതമായി ജീവിപ്പിക്കാൻ കഴിയുന്ന സാഹചര്യം ഒരുക്കിയെടുക്കാൻ സാധിക്കും. അതല്ലാത്തടത്തോളം കാലം നിങ്ങൾക്കും നിങ്ങളുടെ അടുത്ത തലമുറയ്ക്കും ഇങ്ങനെ പരിതപിക്കാനേ കഴിയുള്ളൂ. ഈ നാട് കൊള്ളില്ല എന്ന് പരിതപിക്കാനേ കഴിയുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ കാണുന്ന ഒരു കാര്യം പറയാം. അപ്പം നമ്മുടെ ഇടയ്ക്ക് ബോട്ട് അപകടം ഉണ്ടായി, മരിച്ച സമയത്ത് മുഖ്യമന്ത്രി പറയുകയാണ് ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടു. അപ്പം ഞാൻ ചോദിക്കുന്ന ചോദ്യം, സത്യത്തിൽ ജനങ്ങളെ മുണ്ടുപൊക്കി കാണിക്കുകയല്ലേ ഒരു ഭരിക്കുന്ന പാർട്ടി അല്ലെങ്കിൽ ആരും ആയിക്കോട്ടെ, പച്ചയ്ക്ക് മുണ്ടുപൊക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ ഇന്ന് വരെ ഏതെങ്കിലും അക്രമത്തിലോ ഇത്തരം സന്ദർഭങ്ങളിലോ ജുഡീഷ്യൽ അന്വേഷണം നടത്തിയതിന് ശേഷം അതിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ആർക്കെങ്കിലും എതിരെ ഒരു നടപടി എടുത്തിട്ടില്ല? ഇല്ല. ഈ ജുഡീഷ്യൽ അന്വേഷണം നടത്തുന്നതിന് വേണ്ടി ഒരു റിട്ടയർഡ് ന്യായാധിപനെ വെക്കും, അയാളുടെ കൂടെ ഒരു ടീം കാണും. ഈ ന്യായാധിപന് ലക്ഷക്കണക്കിന് രൂപ പെൻഷനുണ്ട്, എല്ലാ സുഖങ്ങളും ആസ്വദിച്ച മനുഷ്യനായിരിക്കും ജീവിതത്തിൽ. ഈ സംഘത്തിന് 2 വർഷത്തേക്ക് യാത്രകൾ ചെയ്യാൻ, താമസിക്കാൻ, എല്ലാ കോടിക്കണക്കിന് രൂപ ഖജനാവിൽ നിന്ന് എടുത്ത് കൊടുക്കും. ഇതൊരു റിപ്പോർട്ടായിട്ട് 2 കൊല്ലം കഴിയുമ്പോൾ വരും. നിയമസഭയെ വെച്ചാലായി വെച്ചില്ലെങ്കിൽ എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഈ പൈസ ഈ പറയുന്ന ന്യായാധിപനോ അല്ലെ ഓഫീസിൽ കൊടുക്കുന്ന പണം ഞാനും കൂടെ നികുതി കൊടുക്കുന്നതല്ലേ? ഈ പണം ഈ ഖജനാവിൻ്റേതല്ലേ? ഇത് ചോദ്യം ചെയ്യണ്ടേ? അതുകൊണ്ടാണ് കേജ്രിവാൾ പറഞ്ഞത് അഴിമതിയേക്കാളും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഒരു ഭരണാധികാരി കാണിക്കുന്ന തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ കഴിയാത്തൊരു സമൂഹം ഉണ്ടാവുക എന്നുള്ളതാണ്. അതുകൊണ്ടല്ലേ ഇങ്ങനൊരു സമൂഹം ഇവിടെ ഉണ്ടായതുകൊണ്ടല്ലേ ഈ ഭരിക്കുന്നവർ ഇത്തരത്തിലുള്ള ഏറ്റവും വൃത്തികെട്ട നയങ്ങളും നിലപാടുകളും സ്വീകരിക്കുന്നത്. അപ്പോൾ ഇതിനെ അവർക്കറിയാം ഇവിടെ ഒരു കാര്യവും ചെയ്യില്ല, ഇവിടെ ആരും ചോദിക്കാൻ വരില്ല, അതുകൊണ്ട് എന്തുമാകാൻ കഴിയും. സത്യത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് പരാജയപ്പെട്ട ജനതയാണ്. നമ്മൾ പരാജയപ്പെട്ട ജനതയാണ്. നമ്മളിങ്ങനെ ഈ നമ്മൾ പറയത്തില്ലേ ഈ നാറ്റം ഉണ്ടാകുമ്പോൾ അതിൻ്റെ മേളിൽ സ്പ്രേ അടിക്കുക എന്ന് പറയുന്നത്. എത്ര നാളിങ്ങനെ പോകാൻ സാധിക്കും? ഇപ്പോൾ പെൻഷൻ തന്നെ നിൽക്കാൻ പോവുകയാണ്. നിയമനങ്ങൾ നടക്കുന്നില്ല. ചെറുപ്പക്കാർ പഠിച്ചിറങ്ങിയാൽ തൊഴിലില്ല. ഈ ഇടയ്ക്ക് ഞാൻ കണ്ടത് ഒരു UGC നെറ്റ് പാസ്സായ ചെറുപ്പക്കാരൻ ഒരു വസ്ത്രശാലയിൽ സെയിൽസ്മാനായിട്ട് നിൽക്കുകയാണ്. അവൻ ജോലി കിട്ടുന്നില്ല. എന്തുകൊണ്ടാണ് ജോലി കിട്ടാത്തത്? നിയമനങ്ങളൊക്കെ വേണ്ടപ്പെട്ടവർക്കായി. നിയമനങ്ങൾ നടക്കുന്നില്ല, പെൻഷൻ കൊടുക്കാൻ പൈസയില്ല. ഒരുത്തൻ ലോട്ടറി എടുത്തില്ലെങ്കിൽ ഇവിടുത്തെ ഖജനാവ് പൂട്ടും, വെള്ളം അടിച്ചില്ലെങ്കിൽ ഖജനാവ് പൂട്ടും. സത്യത്തിൽ അത് തന്നെ എന്തൊരു നീതികേടാണ്. കോടതികൾ സദാസമയം പറഞ്ഞിട്ടുണ്ട് നല്ല മദ്യം കൊടുക്കണ്ടേ, മദ്യം നിരോധിക്കണോ എന്ന് പറയാൻ കഴിയില്ല. ലോകത്ത് മദ്യം എന്ന് നിരോധിച്ചാൽ അതിനേക്കാളും വലിയ സാധനങ്ങൾ വരും. നിരോധിച്ചിടത്തൊക്കെ പരാജയപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് കോടതി പോലും പറഞ്ഞത് നല്ല മദ്യം കൊടുക്കുക. ഇവിടെ സംഭവിക്കുന്നത് ഏറ്റവും മോശപ്പെട്ട മദ്യം കൊടുക്കും, ഭയങ്കര ടാക്സ് വാങ്ങിച്ചിട്ട്. ഈ മദ്യം വാങ്ങിച്ച് കഴിച്ചിട്ട് അവനൊരു 40 വയസ്സാകുമ്പം ലിവർ അടിമയാകും. ഇവനെ ട്രീറ്റ് ചെയ്യാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. അപ്പോൾ ഈ പറയുന്ന ഇവൻ്റെ കയ്യിൽ നിന്ന് പിഴിഞ്ഞെടുക്കുന്ന പൈസ തന്നെയാണ് ഇവന് വേണ്ടി ട്രീറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്നത്. ശരിയല്ലേ? അപ്പം ഈ ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന പണം ഇവരിൽ നിന്ന് ഈടാക്കിയെടുക്കുന്ന പൈസയാണ്. അപ്പോൾ ആരോഗ്യം നശിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ ഒരു തരത്തിലും ജനങ്ങളെ മനസ്സിലാക്കാത്ത, വിഷൻ ഇല്ലാത്ത, ഇവരുടെ കാര്യം മാത്രം നോക്കുന്ന ആൾക്കാരാണ് ഈ നാട് ഭരിച്ചത്. ഇതിങ്ങനെ പോയാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ ഇത് വലിയ
ഒരു ആഭ്യന്തര കലഹത്തിലേക്കൊക്കെ പോയി ഈ നാട് നശിക്കാനുള്ള സാധ്യത നമ്മൾ കാണുന്നുണ്ട്, ഒരു സംശയ കാര്യത്തില്ല. അങ്ങ് നേരത്തെ സൂചിപ്പിച്ചു ആം ആദ്മി പാർട്ടിയുടെ ഒരു നിലപാട് എല്ലാവരെയും ഒരുപോലെ കാണുന്ന ഒരു നിലപാട്. പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ സിനാരിയോ നോക്കുമ്പോൾ ഇടതുപക്ഷമായിക്കോട്ടെ വലതുപക്ഷമായിക്കോട്ടെ അവർ ഒരേ സ്വരത്തിൽ ഭൂരിപക്ഷ വർഗീയതയെ എതിർക്കുന്നുണ്ട്, പക്ഷേ ന്യൂനപക്ഷ വർഗീയതയെ അവർ എതിർക്കുന്നില്ല. അങ്ങയുടെ ഒരു കാഴ്ചപ്പാടിൽ കേരളത്തിൽ ഏതാണ് അപകടകരം? ഭൂരിപക്ഷ വർഗീയതയാണോ ന്യൂനപക്ഷ വർഗീയതയാണോ? ഇതിനെ രണ്ടിനെയും ഒരുപോലെ എതിർക്കാൻ ആം ആദ്മി പാർട്ടിക്ക് സാധിക്കുമോ? തീർച്ചയായിട്ടും ഞാൻ തുറന്നു പറഞ്ഞപ്പോൾ അത് കുറേ പേർ അതിനകത്ത് പ്രശ്നം ഉണ്ടാക്കുന്നു. ഭൂരിപക്ഷ വർഗീയതയുണ്ട്, ന്യൂനപക്ഷ വർഗീയതയുണ്ട്. അതായത് എൻ്റെ മതം അല്ലെ എൻ്റെ സമുദായം എന്ന് പറയുന്നത് എൻ്റെ പേഴ്സണലാണ്, അല്ലേ? എൻ്റെ വിശ്വാസം എൻ്റെ പേഴ്സണലാണ്, വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ആ വിശ്വാസത്തെ ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് കലാസൃഷ്ടികൾ കേരളത്തിൽ നമ്മൾ ആ സംസാരം വന്നുകൊണ്ടാണല്ലോ പറയുന്നത്. ഒരു കാലത്ത് കലാസൃഷ്ടികളിലൂടെ മതങ്ങളെ അതിതീവ്രമായി വിമർശിച്ച കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ അന്നത്തെ പോലെയല്ല ജനത സെൻസിറ്റീവായി. അപ്പോൾ ഈ കലാസൃഷ്ടി ഉണ്ടാക്കുന്നവന് ഒരു ബോധം വേണം. ഞാനിങ്ങനൊരു സാധനം പുറത്തോട്ടിറക്കി വിട്ടാൽ ഇത് വിവാദമാവും, എൻ്റെ പ്രൊഡക്റ്റ് ഭയങ്കരമായിട്ട് സെല്ലാവും. പക്ഷേ ഇത് ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നതാണെന്ന് തിരിച്ചറിയാനുള്ള ബോധം ഇത് സൃഷ്ടിക്കുന്നവന് വേണം. അത് അങ്ങനെയുള്ളവരല്ല. ഇത് മനഃപൂർവ്വം സൃഷ്ടിക്കുന്നതാണ്. എന്തിനു വേണ്ടിയാണ്? അവൻ്റെ ആ പ്രൊഡക്റ്റ് അല്ലെ അവൻ്റെ ആ നാടകം 10 പേര് കാണാൻ, വിവാദം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന സംശയമൊന്നുമില്ല. ഒരാളുടെ നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യത്തെ പറ്റി പറയുമ്പോൾ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ പറ്റി പിന്നെ കൃത്യമായി സുപ്രീം കോടതി വ്യക്തമായി പറഞ്ഞിട്ടുള്ളത്, ഒരാളുടെ വിശ്വാസം അഭിപ്രായ സ്വാതന്ത്ര്യം നിങ്ങൾക്ക് പറയാം, പക്ഷേ അത് സമൂഹത്തെ ഭിന്നിപ്പിക്കുന്നതാവരുത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കാലാകാലങ്ങളായി ഇടത് വലത് ശക്തികൾ ന്യൂനപക്ഷ തീവ്രവാദമുണ്ട്. ന്യൂനപക്ഷ തീവ്രവാദം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മുസ്ലിം തീവ്രവാദം എന്തിനാ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റിലേക്ക് പോകുന്നത് എന്തിനാ? ന്യൂനപക്ഷ തീവ്രവാദം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക തീവ്രവാദമാണെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. ന്യൂനപക്ഷം ആരും അയക്കുന്ന തീവ്രവാദമാണ്. അപ്പോൾ അതുകൊണ്ട് സമ്മതിക്കാൻ ഇവിടെ കാലാകാലങ്ങൾ ഇടതുപക്ഷങ്ങൾ ശ്രമിക്കാറില്ല. അവർക്ക് ഭയമാണ്. ഇസ്ലാമിക തീവ്രവാദം ഉണ്ടല്ലോ, ഇല്ലേ? ലോകത്ത് ഇസ്ലാമിക തീവ്രവാദം ഉണ്ട്, ഇസ്ലാമിക തീവ്രവാദ സംഘടനകളുണ്ട്. അത് അവരങ്ങനെ പേരിട്ടിരിക്കുന്നില്ല. പക്ഷേ മുസൽമാൻ എന്ന് പറയുന്ന ആൾ തീവ്രവാദിയാണോ? എനിക്കറിയാവുന്ന എൻ്റെ സൗഹൃദങ്ങളിൽപ്പെട്ട 5 സുഹൃത്തുക്കൾ ഇപ്പം എൻ്റെ മനസ്സിൽ വരുന്നത് അവരാരും തീവ്രവാദികളല്ല. അവരെ തീവ്രവാദത്തെ അവർ ഈ സുഖമായി കാശുണ്ടാക്കി അന്തസ്സായി ഫാമിലിയായിട്ട് ജീവിക്കുന്നവരാണ്. അപ്പം ഇസ്ലാമിക തീവ്രവാദം ഉണ്ട് എന്ന് പറഞ്ഞാൽ ഈ മുസ്ലിങ്ങൾ വോട്ട് ചെയ്യത്തില്ല എന്ന് ഇവിടുത്തെ ഇടത് വലത് നേതാക്കന്മാർക്കുള്ളിൽ എന്തോ ഒരു ഭയമുണ്ട്. അതുകൊണ്ടാണ് തുറന്നു പറയാൻ കഴിയാത്തത്. അങ്ങനെ തുറന്നു പറയാത്തത് കൊണ്ടാണ് സ്വാഭാവികമായും ഇപ്പുറത്തെ ഭൂരിപക്ഷങ്ങൾ ഭയക്കുന്നത്. ഒരു വിഭാഗത്തിന് മാത്രം എല്ലാ സപ്പോർട്ടും. അപ്പം നേരെ BJP അവിടേക്ക് വരികയാണ്, ഞങ്ങളാണ് നിങ്ങളെ സംരക്ഷിക്കാനുള്ളത്. ഇവിടെ ഇങ്ങനെ പോകുന്നു. ഇപ്പോൾ കാലാകാലങ്ങളായി ഭരിച്ച ഇടത് വലത് ഈ ന്യൂനപക്ഷ തീവ്രത ഉണ്ട് എന്ന് പറയാൻ മടിച്ചതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇവിടെ വലിയ വർഗീയത ഉണ്ടാകുന്നത്. ആ കലക്കാളത്തിൽ മീൻ പിടിക്കാനാണ് BJP ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഞാൻ കൃത്യമായി പറയുന്നു, ഭൂരിപക്ഷ വർഗീയത പോലെ തന്നെ അപകടമാണ് ന്യൂനപക്ഷ വർഗീയതയും. അതുണ്ട്, അത് സ്റ്റേറ്റ്മെൻ്റാണ്, സംശയമില്ല കാര്യത്തിൽ. ഒപ്പം കഴിഞ്ഞ വർഷം 2022 അരവിന്ദ് കെജ്രിവാൾ കൊച്ചിയിൽ വന്നു. ഒരു പീപ്പിൾ വെൽഫെയർ അലയൻസ് 2020 പീപ്പിൾ വെൽഫെയർ അലയൻസ്, ആ ഒരു അലയൻസ് പ്രഖ്യാപിച്ചു. അതിൻ്റെ നിലവിലൊരു അവസ്ഥ എന്താണ്? ആ ഒരു അലയൻസ് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണോ ആം ആദ്മി പാർട്ടിയുടെ ഒരു തീരുമാനം? അല്ല, അത് നാഷണൽ ലീഡേഴ്സ് പറയേണ്ട ഒരു കാര്യമാണ്. ആ അലയൻസ് വേണമെന്ന ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ. കാരണം സമാന സ്വഭാവമുള്ള ഒറ്റയ്ക്ക് അധികാരത്തിൽ വരിക എന്ന് പറയുന്ന കേരളത്തെ സംബന്ധിച്ചോളം എനിക്ക് തോന്നുന്നില്ല അത് വലിയൊരു സാധ്യത കുറവുള്ളൊരു കാര്യമാണ്. സമാന സ്വഭാവമുള്ള ആൾക്കാരുമായി സഹകരിക്കണം. അത്തരത്തിലുള്ളവരെ ഈ പാർട്ടിയിലേക്ക് കൊണ്ടുവരണം. മറ്റ് ഫ്രസ്ട്രേറ്റഡായി നിൽക്കുന്ന മറ്റു പാർട്ടികളിൽ പ്രവർത്തിക്കാതിരിക്കുന്ന ഒരുപാട് പേർ, അവരെ കൊണ്ടുവരണം. ഇപ്പോൾ സാബു ജേക്കബിൻ്റെ 2020 എന്ന് പറയും. അവർ എന്തു തന്നെ ആയാലും രാഷ്ട്രീയത്തിൽ റിസൾട്ട് ഉണ്ടാക്കിയ ആൾക്കാരാണ്. ഒരു പഞ്ചായത്ത് ഭരിക്കുന്നവരാണ്, പഞ്ചായത്ത് മെമ്പർമാരാണ്. റിസൾട്ടാണ് ആവശ്യം. ആ റിസൾട്ട് അവരുണ്ടാക്കി. ആ റിസൾട്ട് ഉണ്ടാക്കിയ ഒരു സഖ്യം മനോഹരമായി പോകണം എന്ന് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. പക്ഷേ ഈ വിഷയം ഇതിൽ അഭിപ്രായം പറയേണ്ടത് നാഷണൽ കമ്മിറ്റിയാണ് ഇങ്ങനെ അലയൻസ് വെച്ചത്. പക്ഷേ ഇപ്പോൾ ഞാൻ പറയുന്നു, നിലവിൽ അത്തരമൊരു അലയൻസ്, ഒരു സഖ്യം, ഒരു സംവിധാനം ഇത് അത് ഒരു തരത്തിൽ പ്രവർത്തിക്കുന്നില്ല. തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പാർട്ടി പ്രവർത്തകർക്കിടയിൽ വലിയ സംശയങ്ങളും ആശങ്കകളുമുണ്ട്. അത് പരിഹരിച്ച് ഈ ആം ആദ്മി പാർട്ടിയും ശ്രീ സാബു ജേക്കബിൻ്റെ പാർട്ടിയും തമ്മിൽ സംസാരിച്ച് ഇതിനകത്തൊരു അലയൻസ് സംവിധാനം കൊണ്ടുപോയാൽ വലിയ സാധ്യത കേരളത്തിലുണ്ട്. സാബു ജേക്കബുമായിട്ട് മാത്രമല്ല, ആം ആദ്മിയുടെ പോളിസികൾ അല്ലെങ്കിൽ അംഗീകരിക്കുന്ന, കാരണം ആം ആദ്മി പാർട്ടി നാഷണൽ പാർട്ടിയാണല്ലോ, ഒരു ദേശീയ പാർട്ടിയാണ്. കേരളത്തിൽ ഉടനീളം എല്ലാ മണ്ഡലങ്ങളിലും പ്രവർത്തകരും അനുഭാവികളുള്ള പാർട്ടിയാണ്. അപ്പോൾ ആ പാർട്ടിയുടെ ആശയങ്ങളുമായി യോജിക്കുന്ന എല്ലാ പ്ലാറ്റ്ഫോമുകളെയും ഒരുമിച്ച് കൊണ്ടുവരണം തന്നെയാണ് അഭിപ്രായം. പക്ഷേ ഇതിപ്പോൾ ഈ പറയുന്ന പോലെ അതിനകത്ത് ചില സംശയങ്ങളൊക്കെ ഉണ്ട്. അത് പരിഹരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് നാഷണൽ കമ്മിറ്റിയാണ് അത് ചർച്ച ചെയ്യേണ്ടത്. അവർ അതിനുള്ള ചർച്ചകൾ നടത്തുന്നുണ്ടെന്ന് തന്നെയാണ് വിശ്വാസം. അതിനകത്ത്
പക്ഷേ ഇപ്പം നിലവിൽ അതിനകത്ത് ചെറിയ ആശങ്കകളും സംശയങ്ങളൊക്കെയാണ്, ദൂരീകരിക്കും. കേരളത്തിൻ്റെ ഒരു സാഹചര്യം നോക്കുമ്പോൾ ആം ആദ്മി പാർട്ടി ഒരു ശത്രുപക്ഷത്ത് അല്ലെങ്കിൽ തങ്ങളുടെ മെയിൻ എതിരാളിയായിട്ട് കോൺഗ്രസിനെയാണോ CPM-നെയാണോ BJP-നെയാണോ കാണുന്നത്? സംശയം എന്താ കാര്യത്തിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയാണ്. കാരണം എന്തുകൊണ്ടാണ് അങ്ങനെ? കാര്യം ഭരിക്കുന്നവരാണല്ലോ ജനവിരുദ്ധ നയങ്ങൾ സ്വീകരിക്കുന്നത്. ഇപ്പം ഞങ്ങൾക്കിപ്പം കേരളത്തിൽ നാളെ മുതൽ കോൺഗ്രസിനെ സംബന്ധിക്കേണ്ട കാര്യമില്ലല്ലോ. കാരണം ഞങ്ങളുടെ കൺസേൺ എന്ന് പറയുന്നത് കേരളത്തിൽ ഭരിക്കുന്ന പാർട്ടിയാണ് ഇന്ന് അഴിമതിയാണ്. ഭരിക്കുന്ന പാർട്ടി കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയാണ്. അപ്പം അവിടെ ക്രിയാത്മകമായി ഇരിക്കേണ്ട പ്രതിപക്ഷ പാർട്ടികളാണ് UDF, BJP, ആം ആദ്മി. പ്രതിപക്ഷം എന്ന് പറയുന്നത് MLA-മാരുള്ള പാർട്ടി മാത്രമല്ല പ്രതിപക്ഷം. വിമർശന സ്വരം ഉയർത്തുന്നവരൊക്കെ പ്രതിപക്ഷങ്ങളാണ്, അപ്പുറത്തെ സൈഡുകളാണ്, ശരിയല്ലേ? അപ്പം അവിടെ കോൺഗ്രസ് എന്ന് പറയുന്നത് അവരുടെ ഇപ്പം ഇന്നും ഞാൻ മനസ്സിലാക്കുന്ന വാർത്ത കണ്ടതാണ്, കോൺഗ്രസിൻ്റെ പുനഃസംഘടന വീണ്ടും ആലോചിക്കുന്നു. അവരിങ്ങനെ സംഘടനാ സംവിധാനം എത്രയോ നൂറ്റാണ്ടുകൾ പാരമ്പര്യമുള്ള പാർട്ടി ഇപ്പോഴും അവരുടെ പുനഃസംഘടനയ്ക്ക് അവർ പ്രാധാന്യം കൊടുക്കുന്നത്. രാവിലെ മുതൽ കോൺഗ്രസ്സാനെ വിളിച്ചു കഴിഞ്ഞാൽ അവൻ ജനങ്ങളുടെ വിഷയേക്കാൾ ഉപരി അവൻ്റെ താല്പര്യം അവൻ്റെ പുനഃസംഘടനയും അവൻ്റെ പാർട്ടി സ്ഥാനം ഉറപ്പിയും അവൻ്റെ പ്രസിഡന്റിനെ കാണാൻ പോക്കലുമാണ്. അല്ലാതെ ജനങ്ങളുടെ വിഷയം അവൻ തെരുവിലേക്ക് ഇറങ്ങുന്നില്ല. കാരണം നിങ്ങൾ ഇന്ന് ഇപ്പം VD സതീശൻ വന്നിട്ട് പ്രതിപക്ഷ നേതാവായിട്ട് ഇത്ര വർഷമായി, സുധാകരൻ വന്ന് KPC പ്രസിഡന്റ് ഇത്ര വർഷമായി, ഇപ്പോഴും അവരുടെ സംഘടനയ്ക്കുള്ളിലെ അടി കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. അവർ ഇപ്പം കമ്മിറ്റികൾ കൂടുന്ന മൊത്തം എന്താണ്? സംഘടനാ സംവിധാനം ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ്. ഈ 5 വർഷം ക്രിയാത്മക പ്രതിപക്ഷമായി ഇറങ്ങേണ്ട ഈ പാർട്ടി എന്തുകൊണ്ടാണ് അവരുടെ സമരങ്ങൾ ചീറ്റി പോകുന്നത്? ഇപ്പോൾ കേരളത്തിൽ ബ്രഹ്മപുരം വിഷയം ഉണ്ടായി. കേരളത്തിലെ പ്രതിപക്ഷ നിലയിൽ UDF ഒരു സമരം പുറത്ത് ചെയ്തിട്ടുണ്ട്. ഞങ്ങളാണ് ആം ആദ്മിയാണ് കേരളത്തിൽ 10,000-2,000 പേരടങ്ങുന്ന വലിയൊരു സമരം എറണാകുളത്ത് നടത്തിയത്. കേരളത്തിൽ എവിടെയെങ്കിലും സമരം ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇപ്പോൾ ഈ ക്യാമറ വിവാദം വന്നു, UDF ക്രിയാത്മക പ്രതിപക്ഷമായി ഒരു വിഷയം ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ല. ആകെയുള്ളത് മറ്റേ സ്വപ്നയുടെ വിഷയം കുറേ കരിങ്കൊടി കാണിച്ചു എന്നുള്ളതാണ്. അത് വേറെ വിഷയമാണ്. അതെന്ന് പറയുന്നത് ഒട്ടും ദഹിക്കാം, അതായത് അതൊരു എന്താ പറയുക, ഒരു ഇക്കിളിപ്പെടുത്തുന്ന കഥയ്ക്ക് പുറകെ പോവുക. കാരണം പണ്ട് അവരുടെ നേതാവിനെ വേറൊരു സ്ത്രീയെ വെച്ച് ചെയ്തതിൻ്റെ പുറത്ത് ഇപ്പുറത്തെ സ്ത്രീ വന്നപ്പോൾ ബാലൻസ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. പക്ഷേ കൃത്യമായിട്ടുള്ള അഴിമതി വിഷയങ്ങൾ നടപടിയെടുക്കുന്നില്ല. കോർണർ മീറ്റിങ്ങുകളില്ല, സായാഹ്ന ധർണകളില്ല, സമരങ്ങളില്ല, ഒന്നുമില്ല. വെറുതെ മേക്കപ്പെട്ട് അവിടെ ഒരു പ്രസ് കോൺഫറൻസ് നടത്തുന്നതിൻ്റെ അപ്പുറത്തേക്ക് ക്രിയാത്മക പ്രതിപക്ഷമായി ചലിക്കുന്നു. സമരം ചെയ്താൽ പിന്നെ അതൊരു ഫോളോ അപ്പ് ഉണ്ടാവുന്നില്ല. അപ്പം നമുക്കറിയാമല്ലോ, ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് നികുതി വർധനവ് വലിയ തോതിൽ വന്നു. 4 MLA-മാർ ആജീവനാന്ത നിരാഹാരം എന്ന് പറഞ്ഞ് സമരം തുടങ്ങി. 3-ാം ദിവസം സമരം എങ്ങോട്ടും അറിയത്തില്ല. അതിൻ്റെ ഫോളോ അപ്സ് എന്താണ്? അതെന്ത് സംഭവിച്ചു? ആ സമരത്തിന് നികുതി വർധനവ് ഒഴിവാക്കിയോ? ഇല്ല. അപ്പോൾ ഇത്തരത്തിൽ ആ ക്രിയാത്മക പ്രതിപക്ഷം ഇല്ല. പിന്നുള്ളത് BJP-യാണ്. BJP-യെ കേരളത്തിൽ ഞങ്ങൾ ബദലായിട്ട് കാണുന്നില്ല. ഞങ്ങൾ കേന്ദ്രത്തിൽ BJP-യാണ് ഞങ്ങൾക്ക് പ്രധാന ശത്രു. കേരളത്തിൽ BJP എന്ന് പറയുന്നതിനെ ഞങ്ങൾ ബദലായിട്ട് കാണുന്നില്ല. അപ്പം കേരളത്തിൻ്റെ 3ാമത്തെ സ്പേസിലേക്ക് ഞങ്ങളുണ്ട്. ഞങ്ങൾ 2ാമത്തെ സ്പേസിലേക്ക് കടന്നു വരാനാണ് ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുക. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഭരിക്കുന്ന പാർട്ടിയുടെ ജനവിരുദ്ധ നയങ്ങളാണ് ഞങ്ങളുടെ ഫസ്റ്റ്. ഞങ്ങൾ അതിനെയാണ് ആദ്യം അറ്റാക്ക് ചെയ്യുന്നത്. ക്രിയാത്മക പ്രതിപക്ഷമായി മാറാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. നമ്മുടെ അവസാനമായി 1-2 ചോദ്യം കൂടി. പ്രത്യേകിച്ച് ആം ആദ്മി പാർട്ടിക്കെതിരെ ദേശീയ തലത്തിൽ ഉയരുന്ന ഒരു ആരോപണമാണ് BJP-യുടെ ഒരു B ടീം എന്നത്. അതിനെ സാധൂകരിക്കുന്ന അല്ലെങ്കിൽ ആ സംശയത്തെ ബലപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ. പ്രത്യേകിച്ച് ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി വളരെയധികം സ്ട്രോങ് ആണ്. അവിടെ കോൺഗ്രസ് ഇല്ലാതായ ഒരു അവസ്ഥ. പ്രത്യേകിച്ച് ഫൈറ്റ് നടക്കുന്നത് ഇപ്പോൾ മുനിസിപ്പൽ ഇലക്ഷനൊക്കെയാണ് BJP ആം ആദ്മി തമ്മിലാണ് ഡയറക്റ്റ് ഒരു ഫൈറ്റ് എപ്പോഴും അവിടെ നടക്കുന്നത്. ഇപ്പോൾ പഞ്ചാബിലാണെങ്കിൽ കോൺഗ്രസ് താഴെ പോയി, അവിടെയും എന്താവും സ്ഥിതി നമുക്കറിയത്തില്ല. ഗുജറാത്തിൽ വളരെ നല്ലൊരു പ്രകടനം ആം ആദ്മി പാർട്ടി കാഴ്ചവെക്കാനേ അവിടെയും കോൺഗ്രസ് താഴെ പോയി. ഇപ്പോൾ കർണാടകയിൽ ആം ആദ്മി പാർട്ടി മത്സരിച്ചു, പക്ഷേ ഒരു മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാനായില്ല. പക്ഷേ അവിടെ കോൺഗ്രസ് അധികാരത്തിൽ വന്നു. അപ്പോൾ ഒരു BJP-യുടെ B ടീമാണ്. ആം ആദ്മി പാർട്ടി വളരുന്നിടത്ത് BJP വളരുന്നു, കോൺഗ്രസ് തളരുന്നു. ആ ഒരു ആരോപണത്തെ എങ്ങനെ കാണും? അല്ല, ഇതിൽ ഏറ്റവും ഉദാഹരണം ഇന്നലെ കർണാടക ഇലക്ഷനല്ലേ. ആം ആദ്മി പാർട്ടി അവിടെ മത്സരിച്ചല്ലോ, കോൺഗ്രസിന് വോട്ട് സ്പ്ലിറ്റായി പോയില്ലല്ലോ, കോൺഗ്രസ് അധികാരത്തിൽ വന്നല്ലോ അവിടെ. അതായത് BJP-യെ എതിർത്ത് തോൽപ്പിക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല എന്ന് കാണുന്നിടത്തല്ലേ ആം ആദ്മി പാർട്ടി വരുന്നത്. ഇപ്പോൾ BJP-ക്ക് ഫൈറ്റ് കൊടുക്കാൻ ഇപ്പോൾ കർണാടകയിൽ ഞങ്ങളുടെ പാർട്ടി സംവിധാനത്തിന് അത്രയും കയറാൻ കഴിഞ്ഞിട്ടില്ല. ജനങ്ങൾ ആർക്ക് വോട്ട് ചെയ്ത്? കോൺഗ്രസിന് വോട്ട് BJP-യെ തോൽപ്പിക്കാൻ. ഈ പറയുന്ന ഡൽഹിയിലും പഞ്ചാബിലും കോൺഗ്രസ് ശിഥിലമാണ്. അപ്പോൾ BJP-യെ തോൽപ്പിക്കാനുള്ള സ്പേസായി ഞങ്ങൾ മാറി. അത് BJP-യെ തോൽപ്പിക്കുക ജനങ്ങളുടെ ആഗ്രഹം. ആ ആഗ്രഹത്തിന് അവർ നോക്കുന്ന പൊളിറ്റിക്കൽ ഓൾട്ടർനേറ്റീവ് ആരാണ് അവർക്ക് വോട്ട് ചെയ്യും. അതിന് കോൺഗ്രസ്സുകാർ അവരുടെ സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്തിയാൽ മതി. അവിടെ വോട്ട് ചെയ്ത് പിന്നെ ജനാധിപത്യ സംവിധാനത്തിൽ നമുക്ക് ഒരു പാർട്ടിക്ക് നാഷണൽ പാർട്ടി ഇന്ത്യയിലുടനീളം മത്സരിക്കണ്ടേ? നിങ്ങൾ മത്സരിച്ചാൽ ഞങ്ങളുടെ വോട്ട് പോകുമെന്ന് പറഞ്ഞ് കരയേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളുടെ വോട്ട് പിടിച്ചിട്ട് നിങ്ങൾക്ക് സാധിച്ചാൽ ഞങ്ങൾക്ക് വോട്ട് കിട്ടില്ല. അപ്പം BJP എന്ന് പറയുന്ന വർഗീയ പാർട്ടിയെ ഇന്ത്യയിൽ തുരത്തുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ മാറ്റി നിർത്തുക എന്നുള്ളതാണ് കോമൺ മിനിമം പ്രോഗ്രാം. അപ്പോൾ ആ പ്രോഗ്രാമിലും ആ കോമൺ മിനിമം പരിപാടിയിലുമാണ് പാർട്ടി നിൽക്കുന്നത്. ഞങ്ങൾ കർണാടകയിൽ കേജ്രിവാൾ റാലിക്ക് വന്നില്ല.
അദ്ദേഹം വന്നില്ല. കാര്യം അദ്ദേഹത്തിന് മനസ്സിലായി സംഘടനാ സംവിധാനം അവിടെ ഇല്ല. അവിടേക്ക് അദ്ദേഹം വന്ന് കോൺഗ്രസിനെ ദുർബലപ്പെടുത്തരുത് എന്നുള്ളത് വലിയൊരു ആശയം, മതേതര ആശയമല്ലേ. അദ്ദേഹം വന്നില്ലല്ലോ. BJP കാരണം അവിടെ ഏതെങ്കിലും തരത്തിൽ വന്ന് കുറച്ച് സംഘടനാ സംവിധാനം, കാരണം ഞങ്ങൾക്ക് ജയിച്ച് കയറാൻ സാധിക്കില്ല എന്നോ ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് ഹിമാചൽ പ്രദേശിൽ ഞങ്ങൾ മത്സരിക്കാൻ പോകാതിരുന്നത്. അവിടെ ഞങ്ങൾ മത്സരിക്കാൻ പോയിരുന്നുവെങ്കിൽ കോൺഗ്രസ് അവിടെ അധികാരത്തിൽ നിന്ന് പോയേനെ. അപ്പം കോൺഗ്രസ് ഞങ്ങളുടെ ശത്രുവല്ല. കോൺഗ്രസ് മുക്ത ഭാരത് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങളൊരു നാഷണൽ പാർട്ടിയാണ്, ഇലക്ഷൻ മത്സരിക്കണം. കർണാടകയിൽ അദ്ദേഹം വന്നില്ല, വലിയ പൊളിറ്റിക്കൽ ക്യാമ്പയിൻ നടത്തിയില്ല. പക്ഷേ ഒരു നാഷണൽ പാർട്ടി എന്ന നിലയിൽ ഞങ്ങൾ മത്സരിക്കാതിരുന്നാൽ അത് ഞങ്ങളുടെ പ്രവർത്തകർക്ക് ആശങ്കയുണ്ടാക്കും. അതുകൊണ്ട് മത്സരിച്ചു. പക്ഷെ അടുത്ത തവണ നിങ്ങൾ നോക്കിയോളൂ, കർണാടകയിൽ ഈ 5 വർഷത്തെ പ്രവർത്തനം ഞങ്ങൾ കോൺഗ്രസിനെ, അല്ലെങ്കിൽ ഇപ്പോൾ കോൺഗ്രസ് ആണ് അധികാരത്തിൽ വരുന്നത്, BJPയുടെ പ്രതിപക്ഷ സ്പേസിലേക്ക് ഞങ്ങൾ വരും. അടുത്ത തവണ കോൺഗ്രസിനെ തോപ്പിച്ച് വരണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ആ പ്രവർത്തനം നടത്തും, സംശയമില്ല കാര്യത്തിൽ. ഒപ്പം ഈ 2024 ലോക്സഭാ ഇലക്ഷനിൽ കേരളത്തിൽ മത്സരിക്കാൻ പ്ലാൻ ഉണ്ടോ? കാരണം ചോദിക്കാൻ കാരണം 2014 ഒരു ശ്രദ്ധേയമായ ഒരു പോരാട്ടം ആം ആദ്മി പാർട്ടി കേരളത്തിൽ കാഴ്ചവെക്കാൻ സാധിച്ചിരുന്നു. പ്രത്യേകിച്ച് സാറാ തോമസിനെ പോലുള്ള, അജിത് ജോയി, അവരെ പോലുള്ള പ്രൊമിനന്റ് ഫേസസിനെ പല മണ്ഡലങ്ങളിൽ നിർത്താൻ സാധിച്ചു. ചില മണ്ഡലങ്ങളിലൊക്കെ എനിക്ക് തോന്നുന്നു 50,000-ഓളം വോട്ടുകൾ നേടാൻ സാധിച്ചിരുന്നു. അത്തരത്തിലൊരു പോരാട്ടം ഈ വരുന്നൊരു ലോക്സഭാ ഇലക്ഷനിലും ആം ആദ്മി പാർട്ടി കാഴ്ചവെക്കുവാൻ, അല്ലെങ്കിൽ അത്തരത്തിലൊരു പദ്ധതി മനസ്സിലുണ്ടോ? അല്ല, അത് പൊളിറ്റിക്കലായിട്ടുള്ളൊരു കാര്യമാണ്. അത് നാഷണൽ കമ്മിറ്റിയാണ് തീരുമാനിക്കേണ്ടത്. കമ്മിറ്റിയുടെ അനുവാദത്തോടു കൂടി മാത്രമേ അതിൽ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. നിലവിലത്തെ സംഘടനാ സംവിധാനത്തിൽ മത്സരിക്കുന്നത് ഗുണം ചെയ്യുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാര്യം നമുക്ക് വോട്ട് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ദുർബലപ്പെടും. സംഘടനാ സംവിധാനം ഇപ്പം വളരെ ദുർബലമാണ്. അപ്പോൾ അത് നാഷണൽ കമ്മിറ്റി തീരുമാനിക്കേണ്ട കാര്യമാണ്. നാഷണൽ കമ്മിറ്റി പറഞ്ഞാൽ എത്ര സംഘടനാ സംവിധാനം ദുർബലം ഇപ്പുറത്തെ ഇപ്പോഴത്തെ ഒരു രീതി നാഷണൽ സംവിധാനത്തിന് അറിയാം. ഇപ്പം മത്സരിക്കാൻ സാധ്യത കുറവാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെയാണ് നമുക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക് അങ്ങനെയാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുമാണ് ഫോക്കസ്. അവസാനമായ ഒരു ചോദ്യം, പ്രത്യേകിച്ച് കേരളത്തിലെ ഒരു സാഹചര്യം നമുക്കറിയാം. ഒരു ആൾട്ടർനേറ്റീവ് ഓപ്ഷൻ നോക്കുന്ന ഒരു പ്രബല സമുദായമാണ് ക്രൈസ്തവ സമുദായം. കാരണം അങ്ങേക്ക് അറിയാം, നിരവധി അവഗണനകൾ ഇരു മുന്നണികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. ഇപ്പോൾ 80-20 വിഷയമായിക്കോട്ടെ, ഇപ്പോൾ ന്യൂനപക്ഷ വകുപ്പിൽ നടക്കുന്ന പ്രീണനമായിക്കോട്ടെ, അത്തരം ഒക്കെ പല വിഷയങ്ങളും ക്രൈസ്തവർ നേരിടുന്നുണ്ട്. ആം ആദ്മി പാർട്ടി ഒരു സെക്യുലർ പാർട്ടിയാണെന്ന് തന്നെ മനസ്സിലാക്കുന്നു. പക്ഷേ ആം ആദ്മി പാർട്ടി കേരളത്തിൽ അധികാരത്തിൽ വരുന്ന ഒരു സാഹചര്യത്തിൽ ഈ ക്രൈസ്തവരുടെ ആശങ്കകൾ കൃത്യമായി തന്നെ പരിഹരിക്കപ്പെടും, അല്ലെ അതിനെ അഡ്രസ്സ് ചെയ്യും എന്നൊരു ഉറപ്പ് നൽകാൻ സാധിക്കും? സംശയം എന്തോ കാര്യത്തിൽ ക്രൈസ്തവരുടെ എന്ന് മാത്രമല്ല, പാർശ്വവൽക്കപ്പെടുന്ന സമുദായങ്ങളുടെ എല്ലാ ആശങ്കകളും അത് തുല്യമായി പരിഹരിക്കപ്പെടും. ഏതെങ്കിലും വിഭാഗത്തിന് കൂടുതൽ സ്വാതന്ത്ര്യം ലഭിക്കുന്ന തോന്നലുണ്ടാവില്ല. അങ്ങനെ ഉണ്ടാവാൻ പറ്റത്തില്ല. കാരണം കേരളത്തിലെ ക്രൈസ്തവ വിഭാഗങ്ങൾ എന്ന് പറയുന്നത് കേരളത്തിന് സംഭാവന ചെയ്തിട്ടുള്ളവരാണ്. ഇപ്പോഴും ആരോഗ്യ മേഖലയിൽ, വിദ്യാഭ്യാസ മേഖലയിൽ, ചാരിറ്റി മേഖലയിൽ ഒക്കെ മുമ്പിൽ നിൽക്കുന്ന ഒരു ക്രൈസ്തവ, അവരെ പാടെ പിന്തള്ളി അവരുടെ ആശങ്കകൾ പരിഹരിക്കാതെ, ഇപ്പം കർഷകർ, ഇടുക്കിയിൽ കർഷകരുണ്ട്. അപ്പോൾ കർഷകർ എന്ന് പറയുന്നത് കൂടുതൽ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ടവരാണ്. അവർ മുമ്പോട്ട് വന്നുള്ള ഇഷ്യൂസ് ഉണ്ട്. ഇപ്പം പ്രകൃതി വിരുദ്ധർ എന്ന് പറഞ്ഞാൽ അവരെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അവിടെ പിന്നെ ഏതെങ്കിലും വലിയ മണൽ മാഫിയയും ക്വാറി മാഫിയയും വന്ന് അതൊക്കെ നശിപ്പിച്ചതിന് ശേഷം ഇപ്പം എറണാകുളത്തൊക്കെ ഫ്ലാറ്റിലിരുന്നിട്ട് അവിടുത്തെ പാവം കർഷകരാണ് ഈ മൊത്തം പ്രകൃതി നശിപ്പിക്കുന്നത് പറയുന്ന ഒരു നെറേറ്റീവ് വരുന്നുണ്ട്. ശരിയല്ല. അവർ കാലാകാലങ്ങളായി അവിടെ താമസിക്കുന്ന മനുഷ്യരാണ്. അവർ മണ്ണിനോടും അല്ലെങ്കിൽ മലയോടും ഒക്കെ മല്ലിട്ട് അവർ പ്രകൃതി നശിപ്പിച്ചിട്ടൊന്നുമില്ല. ആ പ്രകൃതി നശിപ്പിക്കുന്നത് സർക്കാരിൻ്റെ അനുമതിയോടുകൂടി അവിടെ ചെന്ന് കയ്യേറിയ മനുഷ്യരാണ്. അത് അവർ ഇവിടുന്ന് പോയിട്ടുള്ളവരാണ്. ഇപ്പോഴത്തെ നെറേറ്റീവ് എന്താണ്? ഇടുക്കിയിലുള്ള കർഷകർ മൊത്തം അവിടെ പ്രകൃതി വിരുദ്ധരാണെന്നുള്ളത്. പാവപ്പെട്ട മനുഷ്യരാണ്, കുടിയേറ്റ കർഷകരാണ്. അതിൽ ഭൂരിഭാഗം ക്രൈസ്തവ മേഖലയിൽപ്പെട്ടവരാണ്, സംശയമില്ല കാര്യത്തിൽ. അപ്പം സ്വാഭാവികമായും അത്തരം നെറേറ്റീവ് പുറത്തോട്ട് വരുന്നുണ്ട്. അത് ശരിയല്ല. ഇപ്പം നമുക്കറിയാം, വിഴിഞ്ഞം തുറമുമായി ബന്ധപ്പെട്ട് അവിടെ മത്സ്യത്തൊഴിലാളികൾ ക്രൈസ്തവ മേഖലയിൽപ്പെട്ടവരാണ്. അപ്പോൾ അവരുടെ ആശങ്കകളുണ്ട്, അത് പരിഹരിക്കണം. അതിനകത്തൊരു തർക്കമില്ല. അത് തുറന്നു പറഞ്ഞാൽ, ഇപ്പോഴത്തെ ഒരു വിഷയം എന്താ, വിനോദ് മാത്യു വിൽസൺ ഇത് പറഞ്ഞാൽ, വിനോദ് മാത്യു വിൽസൺ ക്രിസ്ത്യാനിക്ക് വേണ്ടി സംസാരിച്ചു എന്നുള്ള നെറേറ്റീവ്, എനിക്കതിൽ പേടിയൊന്നുമില്ല. മനസ്സിലായില്ല? ഒരു പേടിയില്ല. വിനോദ് മാത്യു വിൽസൺ ക്രൈസ്തവരുടെ വിഷയം ചൂണ്ടിക്കാണിച്ചാൽ ഞാൻ ക്രിസ്ത്യൻ വർഗീയവാദിയാണെന്ന് പറയുന്നവരോട് എനിക്കൊന്നും പറയാനില്ല. അങ്ങനെയല്ല. എല്ലാ വിഭാഗത്തിന്റെ ആശങ്കയുണ്ട്. ഇസ്ലാം വിഭാഗത്തിന് ആശങ്കയില്ലേ? അവരനുഭവിക്കുന്ന അസഹിഷ്ണുത ഈ ലോകത്ത് എത്രമാത്രം ഭീകരമാണ്. അവര് മുഴുവൻ തീവ്രവാദികളാണ്. പാകിസ്ഥാൻ എന്ന് പറയുന്ന എത്രയോ സുഹൃത്തുക്കൾ, അവരുള്ളിൽ എന്തുമാത്രം അസഹിഷ്ണുതയുണ്ട്. അവരെ ചേർത്ത് നിർത്തണ്ടേ? അവർ ഭാരതത്തിലെ മുസ്ലിംസിനാണ്. ഈ ക്രിസ്ത്യാനികൾ ഭാരത ക്രൈസ്തവരാണ്, ന്യൂനപക്ഷങ്ങളാണ്, ഭരണഘടനാപരമായ അവകാശങ്ങളുള്ളതാണ്. ആ അവകാശങ്ങളെ ഒരു വലിയ RSS സംവിധാനം വന്നിട്ട് ഇത് നിങ്ങളൊന്നും ഈ രാജ്യത്തിൽപ്പെട്ടവരല്ല, ഈ രാജ്യത്ത് ജീവിക്കണമെങ്കിൽ അത് ഇങ്ങനെ ജീവിക്കണമെന്ന് പറയുന്ന നെറേറ്റീവിനോട് യോജിക്കാൻ കഴിയില്ല. അപ്പോൾ ഇത്തരത്തിൽ പക്ഷെ തുല്യത ഉണ്ടാവും. ഒരു വിഭാഗത്തിന് കൂടുതൽ അപ്പർ ഹാൻഡ് കൊടുക്കുക, മറ്റൊരു വിഭാഗത്തിൻ്റെ വിഷമങ്ങളെ കാണാതിരിക്കുക,
എന്ന് പറയുന്നത് ശരിയല്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമല്ലേ കക്കുകളി വിവാദവും കേരള സ്റ്റോറി വിവാദവും. പക്ഷെ അതുകൊണ്ടാണ് കക്കുകളി വിവാദത്തിൽ ബിഷപ്പ് പറഞ്ഞത് ഞങ്ങളുടെ വിഷയം അഡ്രസ്സ് ചെയ്ത്. അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടാക്കാൻ പാടില്ല. ഒരേ വിഷയത്തിൽ പല സ്റ്റാൻഡ് എടുക്കാൻ പാടില്ല, അല്ല ശരിയല്ല. അപ്പം അതിനകത്തൊക്കെ കൃത്യമായ സ്റ്റാൻഡുണ്ട്. അത് പറഞ്ഞതുകൊണ്ട് നമ്മൾ അതിപ്പം അങ്ങനെ ഒരു നെഗറ്റീവ് ഇത് കാണുമ്പം വരും. അതിൽ ഭയമൊന്നുമില്ല. ചില കാര്യങ്ങൾ തുറന്ന് പറയുന്നത് ഭയക്കേണ്ട കാര്യമൊന്നും വിശ്വസിക്കുന്നു. അതിൻ്റെ അങ്ങനെ തുറന്ന് പറയുന്നത് കൊണ്ട് എന്തെങ്കിലും സ്ഥാനങ്ങളോ മാനങ്ങളോ പോകുന്നെങ്കിൽ എനിക്കതിനകത്ത് പേടിയില്ല, ഒരു സംശയമില്ല കാര്യത്തിൽ. തീർച്ചയായും എല്ലാ ആശംസകളും ശ്രീ വിനോദ് മാത്യു. ആം ആദ്മി പാർട്ടിയെ കേരളത്തിൽ ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ അങ്ങേക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അങ്ങയുടെ വിലയേറിയ സമയം ഷെക്കിന ന്യൂസുമായി പങ്കുവച്ചതിന് അങ്ങേക്ക് പ്രത്യേകം നന്ദി. താങ്ക് യു സോ മച്ച്.